اللهم انصر المجاهدين في سبيلك في كل مكان. اللهم سلم المسلمين من كل آفة ومصيبة وفضيحة ومكروفة يا ذا الجلال والإكرام. اللهم سلم المسلمين من كل أيد مفسدة. اللهم سلم المسلمين من كل أشرار حساد. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ പ്രീതി സമ്പാദിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ശഅബാൻ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും പരിപൂർണമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ അന്തസ്സോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അൽ ഇൻഷിഖാഖ് സൂറയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. 25 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം 15 വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഈ സൂറത്തിന്റെ മധ്യഭാഗം ബാക്കിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സത്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്നതാണ്. വളരെ ഹ്രസ്വമായി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. സജദയുടെ ആയത്ത് വരുന്ന ഒരു ഭാഗവും കൂടിയാണ് ഇൻഷിഖാഖ് സൂറത്തിന്റെ അവസാന ഭാഗം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില അദബുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്
ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല നമ്മൾ വിശദീകരിക്കുന്നത്, നമ്മൾ പറയുന്നത്, കേൾക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ ഇത്തസഖ ലതർകബുന്ന തബഖൻ അൻ തബഖ്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ സമയത്തുള്ള ശോഭയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വല്ലൈലി വമാ വസഖ്, രാത്രിയെ കൊണ്ടും അവ ഒരുമിച്ച് കൂട്ടുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വൽഖമരി ഇദാ ഇത്തസഖ, ചന്ദ്രനെ വെച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ. ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നവരാണ്. ആദ്യം അല്ലാഹു സത്യം ചെയ്തത് ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ സമയത്തുള്ള ശോഭയെ വെച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്ത് ഒരു പ്രത്യേക വെളിച്ചം, ആകാശത്തിന് വല്ലാത്തൊരു സൗന്ദര്യം, ഒരു പ്രത്യേക ശോഭ നമുക്ക് കാണാൻ കഴിയും. അതിനെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വല്ലൈലി വമാ വസഖ്, രാത്രിയെയും അവ ഒരുമിച്ച് കൂട്ടുന്നവയെയും കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. വമാ വസഖ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരുമിച്ച് കൂട്ടുന്നത് എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രാത്രി സമയത്ത്, വൈകുന്നേര സമയത്ത് പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജന്തുക്കള് ഓരോന്നും അതിന്റെ താവളത്തിലേക്ക് മടങ്ങുമെന്നാണ്. അതാണ് രാത്രി ഒരുമിച്ച് കൂട്ടാന്ന് പറഞ്ഞാൽ. ഇപ്പൊ പക്ഷികളുടെ കലവിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. വൈകുന്നേര സമയത്ത് ഈ പക്ഷികൾ മരങ്ങളിലേക്ക്, അവരുടെ കൂട്ടിലേക്ക് വരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു കോഴിയാണെങ്കിൽ കൂട് പഴക്കാതെ അത് വരുന്നു. വളർത്തു മൃഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങാടിയിലൊക്കെ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങള്, ഇതൊന്നും ആളും ഉടമയും ഇല്ല എന്ന് തോന്നിപ്പോവും. പക്ഷെ അവ വൈകുന്നേരമായാൽ അതിന്റെ താവളത്തിലേക്ക് പോകുന്നു. ഓരോന്നും അതിൻ്റെതായ താമസ സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ട് രാത്രി അവരെ അടുപ്പിക്കുമെന്നാണ്. വളരെ അപൂർവം ചില ജീവികൾക്കാണ് ഇതിന് എതിരായിട്ട് അല്ലാഹു നൽകിയിട്ടുള്ളത്, രാത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നത്. എല്ലാ അങ്ങാടിയും കാലിയായാലും വീട്ടിലേക്ക് പോകാത്ത ആളുകളുണ്ട് ബുദ്ധി ഉണ്ടായിട്ട്. പൊതുവെ എല്ലാ മൃഗങ്ങളെയും അവരുടെ സങ്കേതത്തിലേക്ക് രാത്രി സമയം കൊണ്ടുവരും എന്നാണ് യഥാർത്ഥത്തിൽ ഇത് അറിയിക്കുന്നത്. വല്ലൈലി വമാ വസഖ്, രാത്രിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, അവ ഒരുമിച്ച് കൂട്ടുന്നവയെ കൊണ്ടും. വൽഖമരി ഇദാ ഇത്തസഖ്, ചന്ദ്രനെ വെച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ. പൂർണ്ണചന്ദ്രൻ, തിങ്കൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിനെ വെച്ചിട്ടാണ് അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ആയത്തിന്റെ പ്രധാന അർത്ഥം അതാണ്. അതായത് മനുഷ്യൻ ഉമ്മാന്റെ ഗർഭാശയത്തിൽ എത്തിയത് മുതൽ അള്ളാഹു അവനെ സൃഷ്ടിക്കുന്നതിന്റെ വ്യത്യസ്തമായ ഒരുപാട് ഘട്ടങ്ങൾ, അതിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത് വിരൽ ചൂണ്ടുന്നത്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു പോന്നാൽ അവന്റെ ശൈശവം, അവന്റെ ബാല്യം, അവന്റെ കൗമാരം, അവന്റെ യൗവനം, പിന്നീട് അവന്റെ വാർദ്ധക്യം, അങ്ങനെ വയസ്സായാൽ ആ തർത്തീബിൽ ഇങ്ങനെ പോരും. ചിലപ്പോ യൗവനത്തിൽ തന്നെ പോകും,
ചിലപ്പോൾ അവന്റെ കൗമാരത്തിൽ പോകും, ചിലപ്പോൾ ശൈശവത്തിൽ തന്നെ പോകും. നമ്മൾ സാധാരണ പറയലുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ മരിച്ചു. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ അവന് കഴിഞ്ഞു വരികയാണ്. ഇനി അതിന്റെ പുറമെ സ്വാഭാവികമായിട്ടും ആള് മരിക്കും. എത്ര വയസ്സുണ്ടായാലും ഒരു കണക്കുണ്ട്, ആള് മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം ഒരുപാട് കടമ്പകൾ, ഖബറിൽ ചോദ്യം ചെയ്യൽ, പിന്നെ ബർസഖിയായ ലോകത്തെ ആ ജീവിതം, പിന്നെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്, ചോദ്യം ചെയ്യ, അള്ളാഹുവിന്റെ ഹിസാബ്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞൊരു വേർതിരിക്കലുണ്ട്. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഇന്ന വിഭാഗം നരകത്തിലേക്ക് ഭയങ്കര നിയന്ത്രണമായിരിക്കുന്നതാണ്. അവനാന്റെ ഹിതം പോലെ എവിടെങ്കിലൊക്കെ പോയി നിൽക്കാനോ വിജയികളുടെ കൂട്ടത്തിൽ അവരെ പിന്നാലെ പോയിട്ട് നല്ല ചുളിവിലൂടെ രക്ഷപ്പെടാൻ സാധിക്കൂല. ശക്തമായ നിയന്ത്രണമായിരിക്കും. ഇത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ആണ് വേർതിരിയുന്നത് വരെ ഓരോ ഘട്ടങ്ങൾ, കടമ്പകൾ കടന്നുകൊണ്ടിരിക്കണം. സ്വർഗത്തിലേക്കുള്ള ആ വിഭാഗത്തിൽ പെടണം എന്ന റാഹത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ഈ ആയത്തിന് നബിയെ താങ്കൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അങ്ങനെയും പറയുന്നുണ്ട്. ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട് മിഅ്റാജിലേക്കുള്ള സൂചനയാണത്. അങ്ങ് ഘട്ടം ഘട്ടമായി പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് നബിയോട് പ്രത്യേകം പറഞ്ഞത് ഓരോ ആകാശങ്ങളിലേക്കും മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ തിരുദൂതർ കയറിപ്പോയി എന്നതിലേക്കാണ്. ഖുർആനിലെ ഒരുപാട് ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ഉദ്ദേശിക്കാൻ പാടില്ല. ഇങ്ങനെ സ്വന്തം നിലക്ക് അവലംബമില്ലാതെ അങ്ങനെ ആകാം ഇങ്ങനെ ആവാം എന്ന് പറയാൻ വകുപ്പില്ല. ആധികാരികമായി മഹാന്മാരായ മുഫസ്സിറെ രേഖപ്പെടുത്തണം. അത് നമുക്ക് ഉദ്ധരിക്കാതെ പറയാം. എന്തായിരുന്നാലും ഇതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നേർക്ക് പിടുത്തം കിട്ടും. ഇപ്പൊ നമ്മുടെ കാര്യകാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത്, നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലം, മദ്രസയിൽ പോയിരുന്ന കാലം, അത് നമ്മൾ ഫ്രീ ആയിരുന്നു. അല്ലലും അലത്തലും ഇല്ലായിരുന്നു. അന്ന് നമ്മളെ വാപ്പാര്, ഓരോരുത്തരുടെയും കുടുംബം, ഉത്തരവാദപ്പെട്ട രക്ഷിതാക്കള്, അവർക്കുള്ള ബാധ്യത നമ്മൾ ബാഗ് വേണം, അല്ലെങ്കിൽ പുസ്തകം വേണം, അല്ലെങ്കിൽ ഡ്രസ്സ് വേണം, യൂണിഫോം വേണം എന്ന് പറയുന്നൊരു ചുറ്റുപാടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ പ്രായം വിട്ട്, ആൺകുട്ടികളാണെങ്കിൽ കരിമീശ വളർന്ന് പ്രായപൂർത്തിയായി, പിന്നെ വൈവാഹിക ജീവിതം, പിന്നീട് അവർക്ക് സന്താനങ്ങൾ, അങ്ങനെ ജീവിതത്തിന്റെ കാര്യത്തിലേക്ക് എത്തി. പിന്നീട് ഒഴിവില്ല, അവൻ സജീവമാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞു. രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെ കഴിഞ്ഞു പോവാം. അതിനിടയിൽ എപ്പോഴോ നമ്മൾ ഇവിടുന്ന് വിട പറയും. ആ വിട പറയലോടുകൂടെ തീരുകയാണെങ്കിൽ എല്ലാ നിലക്കും റാഹത്താവുമായിരുന്നു. ഇല്ല, തുടക്കം. തബാറക സൂറത്തിന്റെ ആദ്യ ഭാഗത്തുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, തുടക്കാണ് യഥാർത്ഥത്തിൽ. മരണത്തോടുകൂടെ തുടങ്ങാൻ. പിന്നെ ഒരുപാട് കടമ്പകൾ അവനിക്ക് കടക്കണം. ദുന്യാവിലാവുമ്പോൾ സഹായിക്കാനൊക്കെ ആരുണ്ടാവും, അയൽവാസികളുണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരും സുഹൃത്തുക്കളും ഉണ്ടാവും. പക്ഷേ ആരുമില്ലാത്ത ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. എല്ലാ നിലക്കും അല്ലാഹുല തർക്കബുന്ന ത്വബക്കൻ അൻ ത്വബക്ക് എന്ന് പറഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ഖബർ ജീവിതം. ഉസ്മാൻ റളിയല്ലാഹുവിന് ഖബറിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. ഒരു വിഷയത്തിന് സഹായിക്കണമെന്ന് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞപ്പോ 1000 ഒട്ടകങ്ങളും 300 കുതിരകളും അദ്ദേഹം ദാനമായി നൽകിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. 1000 ഒട്ടകങ്ങൾക്ക് എത്ര കാശ് വേണം? 300 കുതിരകളും. മറ്റൊരു ഘട്ടത്തിൽ 700 ഒട്ടകങ്ങളും 1000 ദീനാറും. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല ആവശ്യമുള്ളൊരു സമയം നബിനെ ഏൽപ്പിച്ചപ്പോ, ലഖദ് ഗഫറല്ലാഹു ലക യാ ഉസ്മാൻ, ഉസ്മാനെ താങ്കൾക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു. താങ്കൾ രഹസ്യമായി ചെയ്തതും പരസ്യമായി വന്നതും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നതും
താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് തിരുദൂതർ പറഞ്ഞത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മൂപ്പർക്കൊന്നും പേടിക്കല്ല. സ്വർഗത്തിലേക്ക് 10 പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ മൂന്നാമത് പറഞ്ഞത് ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്നാണ്. പിന്നെ അതിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് പോലും ഖബറിലെ ആ ജീവിതം ആലോചിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴേക്ക് കരയുമായിരുന്നു. ഇന്ന് ജുമുഅ കഴിഞ്ഞിട്ട് കാലിലെ ഷൂ ധരിക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്തുള്ള ഖബറ് അതിന്റെ മീസാൻ കല്ലുമ്മക്ക് കാല് കയറ്റി വെച്ചിട്ടാണ് ഷൂവിന്റെ കയറ് കെട്ടുന്നത് ഒരുത്തം. എന്ത് പേടി! വളരെ കൂളായിട്ട്. വേറെ ആൾ ചോദിക്കാണ്, എവിടെ പറ്റി കാല് വെച്ചിട്ടുള്ളത്? അവിടെ ഖബറാലേ എന്നോ തമാശ രൂപത്തിൽ. ഖബറാന്ന് അറിയാത്തോണ്ടല്ല, മീസാൻ കല്ലുമ്മ കാല് കയറ്റി വെച്ചിട്ട് അവൻ ഷൂ കെട്ടുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അനുയായിന്റെ പോലാണ്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം എത്ര പേടി വേണം ഈ വിഷയത്തിൽ. അല്ലാഹു പറയുന്നതിൽ നിങ്ങൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നവരാണ്, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതെന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫമാലഹും ലാ യുഅ്മിനൂൻ, എന്നിട്ടും എന്ത് പറ്റി ഇവർക്ക്? ഇവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഒരു വിഭാഗം ആളുകൾ സത്യം അംഗീകരിക്കാതെ, സത്യത്തിൽ വിശ്വസിക്കാതെ നിലകൊള്ളുന്നുണ്ട്. അവരെ പറ്റി അല്ലാഹു പറയാണ്, വഇദാ ഖുരിഅ അലൈഹിമിൽ ഖുർആനു ലാ യസ്ജുദൂൻ, അവരുടെ മേലിൽ ഖുർആൻ ഓതപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ? അല്ലാഹു തആല വൃത്തികെട്ടവനെ സൂചിപ്പിക്കുകയാണ്. വഇദാ ഖുരിഅ അലൈഹിമിൽ ഖുർആൻ, അവരുടെ മേലിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ ലാ യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുന്നില്ല. മാത്രമല്ല വലില്ലദീന കഫറൂ യുകല്ലിബൂൻ, പക്ഷേ സത്യനിഷേധികൾ അവർ വ്യാജമാക്കുന്നവരാണ്, അവർ സത്യത്തെ നിഷേധിക്കുന്നവരാണ്. വല്ലാഹു അഅലമു ബിമാ യൂൻ, അവരവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചതിന് അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. അവരവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത്, വിശ്വാസത്തിൽ മറച്ചു വെച്ചത് എന്തൊക്കെ അവരുടെ മനസ്സിലുണ്ടോ അതൊക്കെ അല്ലാഹു കൃത്യമായിട്ട് അറിയുന്നവനാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഖുർആൻ അവരുടെ മേലിൽ ഓതപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നില്ല. സുജൂദ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വെറും സുജൂദ് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശം. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ അതിനോട് താഴ്മ കാണിക്കണം എന്നാണ്. അതുകൊണ്ടുള്ള ഖുർആൻ കേൾക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, വളരെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഖുർആൻ പറയാനുള്ള കാരണം അതാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നോക്കൂ, ഞാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون. ഇപ്പൊ നമ്മൾ ഓതി വച്ച ആയത്ത്, വിശദീകരിക്കുന്ന ആയത്ത് സജദന്റെ ആയത്താണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ അഅറാഫിന്റെ അവസാന ഭാഗം സജദന്റെ ആയത്ത് വീണ്ടും വരുന്നതാണ് ഞാൻ ഓതി വെച്ചത്. അതിന്റെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു, വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഓതുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, നിങ്ങൾക്ക് കരുണ ലഭിക്കും. പക്ഷെ നിങ്ങൾ എന്തു വേണം? ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കണം, ബഹളം ഉണ്ടാക്കരുത്, ഒച്ചപ്പാടുണ്ടാക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾക്കൊക്കെ അധികം ആളുകൾ എന്ത് ചെയ്യും, പിന്നെ ഒരു കേസറ്റാണ് ഇടും.
വിശുദ്ധ ഖുർആന്റെ ഒരു കാസറ്റ് ഇടും. അത് ആരും ശ്രദ്ധിക്കൂല. ഒക്കെ അവനാന്റെ പണിയെടുക്കുന്നുണ്ടാവും, ട്യൂബ് കെട്ടുന്നുണ്ടാവും, കളക്ഷൻ എത്രയെന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവും. അതേ സമയത്ത് തന്നെ ഇതങ്ങനെ ഓതുന്നുണ്ടാവും. അപ്പൊ അത്തരം അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഖുർആൻ ഓതുമ്പോൾ അതിന് കാസറ്റാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഓത്ത് വിടും, ബോക്സിലൂടെ ഓത്തിങ്ങനെ ഒഴുകി വരും വണ്ടിയിൽ. നമ്മളങ്ങനെ വേറെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഓത്തൊരു തടസ്സമായി അത് വല്ലൊന്ന് സൗണ്ട് കുറക്കും. വേണ്ടത് അപ്പോൾ ഓഫാക്കാം. ഒരാൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം കേൾക്കൽ സുന്നത്താണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്വഹാബി വിശുദ്ധ ഖുർആൻ ഓതുന്നു. അദ്ദേഹം ഒട്ടകത്തിന് വേഗം അവിടെ നിർത്തിച്ചു. ഓത്ത് കേൾക്കല്ലേ. പക്ഷെ അത് ഗൗരവമുള്ള ആയത്തായതുകൊണ്ട് അദ്ദേഹം അബോധാവസ്ഥയിൽ വീണു എന്നുള്ളതാണ്. ദിവസങ്ങളോളം ജമാഅത്തിന് പോലും പോകാൻ സാധിച്ചില്ല. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ വൽബൈത്തിൽ മഅ്മൂർ വസ്സഖ്ഫിൽ മർഫൂർ والبحر المسجور إن باب ربك لواقع ما له من دافع. വത്തൂർ സൂറത്തിലെ ഈ 8 ആയത്തുകളാണ് ശ്രദ്ധാപൂർവം കേട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിൽ വീണത്. പരിക്ക് പറ്റി അദ്ദേഹത്തിന് ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ട്. വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്, ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഖുർആൻ ഓതുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കും. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് നബിയിലേക്കാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ തിരുദൂതര് സ്വഹാബത്തിനോട് ഖുർആൻ ഓതാൻ പറയും. അങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ആഴത്തിലതിന്റെ ഉള്ളിലേക്ക് കയറണം. അതുകൊണ്ടുള്ള അഹ്ലു സുഫത്തിന് അള്ളാഹിന്റെ തിരുദൂതർ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ അവരതിൽ വല്ലാതെ ശ്രദ്ധിക്കും. അവരങ്ങനെ ഇവർക്ക് നജ്മ് സൂറത്ത് ഓതി കൊടുത്തു. നജ്മ് സൂറത്ത് ഓതിക്കൊടുത്ത സാഹചര്യത്തിൽ അന്ന് നബിയുടെ മുന്നിലുള്ളത് അഹ്ലു സുഫ, ദീന് പഠിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ നബിയുടെ ചാരത്ത് ഒരുമിച്ച് കൂടിയവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റസൂൽ നജ്മ് സൂറത്ത് ഇങ്ങനെ വിശദീകരിക്കണം, ഇവർ സാഗൂതം അത് വീക്ഷിക്കണം. അവസാനം റസൂലുള്ളാഹി തങ്ങളതിന്റെ അവസാന ഭാഗം ഓതി വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. ആക്ഷേപിക്കാം. വതൽഹഖൂൻ, നിങ്ങൾ വെറും ചിരിക്കുന്നവരാണ്. വലാ തബ്കൂൻ, നിങ്ങൾ കരയാത്തവരാണ്. നിങ്ങൾക്ക് വെറും ചിരിയും കളിയാണ്. വഅൻതും സാമിദൂൻ, നിങ്ങൾ സാമിദീങ്ങളാണ്. അതായത് നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നാണ് സുമൂദ് എന്ന് പറഞ്ഞത്. ഒന്ന് ഗഫലത്ത്, അള്ളാഹുവിലുള്ള ശ്രദ്ധയില്ലാതിരിക്കുക. രണ്ടാമത്തത് കിബിറ്, അഹങ്കാരം. മൂന്നാമത്തത് ലഹ്വ്, കളി. അപ്പൊ കളി വെറും വിനോദം, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, വല്ലാത്ത അഹങ്കാരം. ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് അള്ളാഹ് പറയുന്നതയോ നജ്മ് സൂറത്തിന്റെ അവസാനം, അഹ്റാഫ് സൂറയുടെ അവസാനം, ഇന്ന് നമ്മൾ ഓതി വെച്ച ഇൻഷിഖാഖ് സൂറയുടെ അവസാനം, ഇനി ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന സൂറത്തു സജദയുടെ മധ്യഭാഗം കൂടി കൂട്ടി നോക്കി ഒക്കെ സുജൂദ് പരാമർശിക്കുന്നുണ്ട്. ഒക്കെ ഒരേ വിഷയങ്ങൾ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആന് ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ഇപ്പൊ പറയുന്നത്. ഖുർആൻ കേട്ടാൽ സുജൂദ് ചെയ്യില്ല, അള്ളാഹു ആക്ഷേപിക്കാണ് ഒരു വിഭാഗത്തെ. ഖുർആൻ കേൾക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കണം. എന്നിട്ട് ലാസ്റ്റ് സുജൂദിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ വരുന്നുണ്ട്. ശ്രദ്ധാപൂർവം വിശുദ്ധ ഖുർആൻ കേട്ടപ്പോ അഹ്ലു സുഫത്ത് ഒന്നായിട്ട് കരഞ്ഞുപോയി. ആ ഭാഗം വിശദീകരിക്കുന്നിടത്തും ഇതുപോലെ പറയുന്നു. നിങ്ങൾ ചിരിക്കുന്നവർ, നിങ്ങൾ കരയാത്തവർ, നിങ്ങൾക്ക് വെറും കളിയും അതുപോലെ തന്നെ വെറും അശ്രദ്ധയും വെറും അഹങ്കാരവും അതിൽ മുഴുകിയവരാണ് നിങ്ങൾ എന്നുള്ള ആ പരാമർശം വന്നപ്പോ അവരാണ് കരഞ്ഞെന്തേ? നിങ്ങളെന്ന് പറയുമ്പോൾ അഹ്ലു സുഫത്ത് വിചാരിക്കേണ്ട പടച്ചവനെ ഞങ്ങളെ പറ്റിയാണല്ലോ ഈ പറയുന്നതെന്നാണ്. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ മറന്ന് ചിരിക്കുന്നവർ അല്ലല്ലോ, നിന്നെ ഭയന്നുകൊണ്ട് കരയുന്നവർ തന്നെയാണല്ലോ. അതിന് ആലോചിക്കലോട് കൂടെ നിഷ്കളങ്കരായ അവർക്ക് കരച്ചിലൊന്നായിട്ട് വന്നു എന്നാണ്.
അപ്പൊ നബി ഇങ്ങനെ നോക്കുമ്പോ അഹ്ലു സുഫത്ത് ഒന്നായിട്ട് കരയാണ്. അപ്പൊ നബിക്കും കരച്ചിൽ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മദീന പള്ളിയിൽ ഏതാനും സമയം കൂട്ടക്കരച്ചിൽ. അവസാനം നബി എഴുന്നേറ്റുന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ആരും കരയരുത്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരുടെ ശരീരം ഒരിക്കലും നരകത്തിന്റെ തീയെ തൊടൂലാന്ന് ഉറപ്പ് കൊടുത്തപ്പോ എന്നിട്ട് മാത്രമാണ് അവർ കരച്ചിൽ നിർത്തിയതെന്നാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. ഒന്നാമത്തത് റബ്ബിനെ ഭയന്ന കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളാണ്. രണ്ടാമത്തത് ശത്രുവിനോട് ഏറ്റുമുട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തുള്ളികളാണ്. നോക്കൂ, ഹദീസിൽ ശരിക്ക് കാണാൻ സാധിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഒന്ന് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികളാണ്. രണ്ടാമത്തത് ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തുള്ളികളാണ്. അതിനെക്കുറിച്ച് പണിയുണ്ട്, രക്തത്തുള്ളികൾ വരാൻ. എന്നാൽ അതിലേറെ പണിയാണ് ഈമാൻ കുറഞ്ഞവർക്ക് റബ്ബിനെ ഭയന്നുകൊണ്ട് കണ്ണീര് വരുത്തുന്നത്. ഈമാനുള്ളവർക്കൊരു പ്രശ്നമില്ല, ഈമാനുള്ളവർക്ക് ശത്രുക്കളോട് ഏറ്റുമുട്ടലൊരു പ്രശ്നമില്ല. ഈ 2 തുള്ളികൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ പവറാണെന്നാണ്. നാളെ നരകം നേരിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അന്നത്തെ ദിവസം ജഹന്നം എന്ന നരകത്തിനെ കൊണ്ടുവരും. എന്നിട്ട് ജിബ്രീൽ എന്ന മലക്ക് നരകത്തിലേക്ക് വെള്ളം ഒഴിച്ച് കാണിച്ചു കൊടുക്കും. സാധാരണ അഗ്നിയെ കെടുത്തിക്കളയാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നരകത്തിലെ തീയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളി കത്തുകയാണ്, പെട്രോൾ ഒഴിച്ചതുപോലെ. ഇത് ജനങ്ങൾക്ക് മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് കാണിച്ചു കൊടുക്കും. ഇനി വേറൊന്ന് കാണിച്ചു കൊടുക്കും. വെള്ളം കൊണ്ടുവന്നിട്ട് വേറെ ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് അതിലേക്കാണ് ഒഴിക്കുമ്പോൾ തീ ഒന്നായിട്ടാണ് കെട്ടുപോകും. അപ്പൊ നരകാഗ്നിക്ക് ഒരു ശമനം വന്നു. ഇത് കാണുമ്പോ ജനങ്ങളോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നത്രേ മനുഷ്യരെ, ഇത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ആളുകളുടെ കണ്ണുനീർ തുള്ളികളാണ്. നരകത്തിന്റെ അഗ്നിക്ക് പോലും ഒരു ശാന്തത വരാൻ കാരണമാണേത് അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞവരുടെ കണ്ണുനീരെന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിൽ കിടന്ന് കരഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ ഉറ്റുവീണ്, ദീർഘമായ നീണ്ട സുജൂദ്, അതിൽ കണ്ണുനീരിങ്ങനെ വീണ് അവസാനം അതിങ്ങനെ ഒഴുകിയിട്ട് തൊട്ടടുത്തുള്ള സുജൂദയുടെ തൊട്ടടുത്തൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് ഇങ്ങനെ ഒഴുകി. ആ കുഴി നിറഞ്ഞു. ഒരു പക്ഷി വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുനീര് ആ കുഴിയിൽ നിന്ന് കുടിച്ചു പോയി. അതിന് മാത്രം കണ്ണുനീർ. ആദം നബി അലൈഹിസ്സലാം സാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ സുജൂദ് ചെയ്ത സ്ഥലത്ത് മണ്ണിലൊരു കുഴി ഉണ്ടായിരുന്നു. അത്ര കണ്ണിന് നേരെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വീണുണ്ട്. ഈ ഓടുമെന്ന് മഴന്റെ വെള്ളം മഴയ്ക്ക് ശാന്തമായ പിന്നെ അവസാനം ലാസ്റ്റ് ഇടക്കിടക്ക് ഓരോ തുള്ളി ഇങ്ങനെ വീണിട്ടുണ്ട്, ഒരു കുഴി എന്നതുപോലെ. ഞാൻ പറയുന്നത് നോക്കൂ, അള്ളാഹു പറഞ്ഞ ഭാഗമാണ് നജ്മ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗം. നമ്മൾക്ക് എത്ര ശ്രദ്ധിക്കണം. നിങ്ങൾ വെറും ചിരിക്കുന്നോലാ, നിങ്ങൾക്ക് കരയാവില്ല എന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങൾ സാമീപ്യങ്ങളാണ്. അതായത് റബ്ബിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, വെറും കളിയും വിനോദം മാത്രം, അഹങ്കാരം കുറച്ച് കൂടുതലാണ്. എത്ര ഗൗരവമുണ്ട്. നമ്മളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അഹ്ലു സുഫ അവരെ പറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ലേ പേടിച്ച് കരഞ്ഞത്. അവസാന കാലത്ത് വരുന്ന നമ്മളെ പറ്റി എത്ര കൃത്യമാണ്. വെറും കളിയും വെറും വിനോദമല്ലേ എന്ന്. അള്ളാഹുവിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത അവസ്ഥയല്ലേ. ചിന്തിക്കണം, നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. അള്ളാഹിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ഏർപ്പാടാണ് നിസ്കാരം. അതുപോലും നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും വലത്തും ഇടത്തുള്ള ആളുകൾ ആരാണ് എന്ന് ശ്രദ്ധിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ഭക്തി പോയി എന്നുള്ള. വേറെ ഒരു സ്വഹാബി രേഖപ്പെടുത്തി അതോടുകൂടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരാൾ ജമാഅത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആരാ അത് ആരാന്ന് ആദ്യം നോക്കിയില്ല. പിന്നെ നിസ്കാരത്തിൽ ഇങ്ങനെ ചിന്തിക്കാണ്. അതിന് വേണ്ടി ഇടങ്കണ്ണിട്ട് നോക്കാനോ മറ്റോ ശ്രമിച്ചാൽ പോയി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ആകെ കുറഞ്ഞ ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകൾ വരെ ശരിയാകാതെ പോകുന്നതിന്റെ അവസ്ഥയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അഅറാഫ് സൂറത്തിലേക്ക് തന്നെ വരും.
പരിശുദ്ധ ഖുർആൻ അവരുടെ മേലിൽ ഓതപ്പെട്ടാൽ അള്ളാഹു പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മാത്രമല്ല നിങ്ങൾ മിണ്ടാതിരിക്കണം, എന്നാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, കരുണ ലഭിച്ചേക്കാം. എന്നിട്ട് വീണ്ടും പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ ഖഫീഫ. ആ ഓതി വെച്ച ആയത്തിന്റെ വാക്യം, വിനയത്തോടുകൂടെയും ഭയത്തോടുകൂടെയും മനസ്സിൽ റബ്ബിനെ ഓർക്കണം. അള്ളാഹു പറയണം, നല്ല പേടിയോടുകൂടെയും വിനയത്തോടുകൂടെയും അള്ളാഹുവിനെ ഓർക്കണം. വദൂനൽ ജഹരി മിനൽ ഖൗൽ, ശബ്ദം ഉയർത്തി വേണ്ട, ഉറക്കെ വേണ്ട, പടച്ച പൊട്ടനല്ലല്ലോ. എപ്പോഴാണ് രാവിലെയും അതുപോലെ വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതിന്റെ അർത്ഥം പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ മധ്യാഹ്നത്തിൽ വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം, പ്രധാനപ്പെട്ട സമയം. അതുകൊണ്ട് ഉദ്ദേശം സുബഹി നിസ്കാരവും അസ്ർ നിസ്കാരവുമാണ് എന്നും അഭിപ്രായമുണ്ട്. 5 നേരത്തെ നിസ്കാരം ഇല്ലാത്ത കാലത്തും രാവിലെ സമയത്തും സൂര്യാസ്തമയത്തിന്റെ മുമ്പും പ്രത്യേകം നിസ്കാരമുണ്ടായിരുന്നു, ഈ 2 റക്അത്ത്. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത് വലാ തകുൻ മിനൽ ഗാഫിലീൻ, ഒരിക്കലും നിങ്ങൾ അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഈ സുബഹയുടെ സമയത്ത് ഒരു അശ്രദ്ധ വരുന്ന ടൈമാണ്, കടന്നിറങ്ങാൻ സുഖമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഈ വൈകുന്നേര സമയത്തും ഒരു അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്, ഒരു മയക്കം. അതുണ്ടാകരുത്. അതുണ്ടാകരുതെന്ന് പറഞ്ഞാൽ ഈ ഇബാദത്ത് മുടങ്ങരുത്, റബ്ബിനെ ഓർക്കണം, ഭക്തിയോടുകൂടെ വിനയത്തോടുകൂടെ ഭയത്തോടുകൂടെ. എന്നിട്ട് പിന്നെ അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഇന്നല്ലദീന ഇൻദ റബ്ബിക, തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവിന്റെ സന്നിധിയിലുള്ളവർ മലക്കുകളാണ്. അതുകൊണ്ട് ഉദ്ദേശം ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് ഒരിക്കലും അവർ അഹങ്കരിക്കുന്നവരല്ല. വയുസബ്ബിഹൂനഹു, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ആ മലക്കുകൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വലഹു യസ്ജുദൂൻ, മാത്രമല്ല അല്ലാഹുവിനിക്ക് അവർ സുജൂദ് ചെയ്യുന്നവരുമാണ്. ഇതും സജദന്റെ ആയത്താണ്. ഇതുപോലുള്ള ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതി വെച്ച ഇൻഷിഖാൽ സൂറത്തിലും വന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ അള്ളാഹു പറയുന്നത്, പരിശുദ്ധ ഖുർആന് അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ ഒരിക്കലും ബഹളമുണ്ടാക്കരുത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ സ്മരിക്കണം. അത് വിനയത്തോടുകൂടെയാകണം, ഭയത്തോടുകൂടെയാവണം. അള്ളാഹുവിന്റെ സമീപസ്ഥർ, അതായത് മലക്കുകൾ, അവർ ഒരിക്കലും അഹങ്കരിക്കാതെ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു, അവർക്ക് തസ്ബീഹ് ചെയ്യുന്നു, അവർക്ക് സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളും ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ പൊതുവെ മനുഷ്യന്റെ സ്വഭാവം എന്താ? അവിശ്വാസികളുടെ സ്വഭാവം എന്താ? വൈദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, പരിശുദ്ധ ഖുർആൻ അവരുടെ മേലിൽ ഓതപ്പെടുമ്പോൾ അവർ സുജൂദ് ചെയ്യാത്തവരാകുന്നു. അപ്പൊ ഖുർആന്റെ യഥാർത്ഥ ആളുകൾ അവർ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അവർ സുജൂദ് ചെയ്യുമെന്ന് മാത്രമല്ല, അവർക്ക് വേറെ ചില അടയാളങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ നമുക്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നു, നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. الله പറയുന്നു, ഇന്നമാ യുഅ്മിനു ബിആയാതിന, തീർച്ചയായും നമ്മുടെ വചനങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ. അള്ളാഹു പറയാൻ, നമ്മുടെ ആയത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്ന, ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ,
വിശുദ്ധ ഖുർആൻ അവരുടെ മേലിൽ ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ, ഖുർആൻ കൊണ്ട് വചനങ്ങളെ കൊണ്ട് അവരോട് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ അവർ സുജൂദിൽ വീടുന്നവരായിരിക്കും. നല്ല ആളുകളെ പറ്റി പറയാൻ, മോശപ്പെട്ടവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഖുർആൻ അവരുടെ മേലിൽ ഓതപ്പെട്ടാൽ ഒരു സുജൂദ് ചെയ്യൂല, ഒരു താഴ്മയും ഒരു വിനയവും അവർ കാണിക്കൂല. മുഅ്മിനീങ്ങളോ അവർ കാണിക്കും. മാത്രമല്ല വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അവർ അല്ലാഹു പറയാണ്, ആ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിനെ പരിശുദ്ധനാക്കുന്നു, അതോടുകൂടെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അവർ ഒരിക്കലും അഹങ്കാരമില്ലാത്തവരാകുന്നു, അവർക്ക് യാതൊരു അഹങ്കാരമില്ല. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുജൂദിൽ വീഴും. അല്ലാഹു പറയുന്ന ഓൽക്കൊരു അഹങ്കാരമില്ല. നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്തിൽ മലക്കുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? മലക്കുകളുടെ സ്വഭാവം അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി. തീർച്ചയായിട്ടും താങ്കളുടെ രക്ഷിതാവിന്റെ സമീപസ്ഥർ, അതായത് മലക്കുകൾ, ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് വിട്ട് അവർ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. മാത്രമല്ല വയുസബ്ബിഹൂനഹു, അവന്റെ പരിശുദ്ധി അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കും. വലഹു യസ്ജുദൂൻ, സുജൂദ് ചെയ്യും അല്ലാഹുവിനിക്ക് അവർ ഒരു അഹങ്കരിക്കൂല. ഇവിടെ മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞതോ വസബ്ബഹു ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുകയും പരിശുദ്ധനാക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല വഹും ലാ യസ്തക്ബിറൂൻ, ആ മുഅ്മിനീങ്ങൾ ഒരിക്കലും കിബ്ർ നടിക്കുകയില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതും സജദയുടെ ആയത്താണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പരിശുദ്ധ ഖുർആന്റെ ഉത്ബോധനം അത് ഫലിച്ചവർ, അതുകൊണ്ട് നേട്ടം ലഭിച്ചവർ ഓരോ സ്വഭാവം എന്താ പറയുന്നത്? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, അവരവിടെ കിടപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരാണ്. യദഊന റബ്ബഹും ഖൗഫൻ വതമാ, അവരുടെ രക്ഷിതാവിനെ വല്ലാതെ പേടിച്ചുകൊണ്ടും അവന്റെ റഹ്മത്തിൽ കൊതിച്ചുകൊണ്ടും പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റ് വരും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങൾ നൽകിയ ഓഫർ നോക്കണം. എല്ലാ ദോഷം പൊറുത്തു തന്നിരിക്കുന്ന ഉസ്മാനെ എന്താ കാരണം? സദഖ ചെയ്തു, അല്ലാഹു കൊടുത്ത സമ്പത്തിന് ചെലവാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നരുടെ നേതാവാകാൻ കാരണം എന്താ? സമ്പന്നരെ സ്വർഗത്തിലേക്ക് നയിക്കുക അദ്ദേഹമായിരിക്കും. ഒരു വിഷയത്തിന് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. പിന്നെ മൂപ്പര് വന്ന് 4000 ദീനാറുമായിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് 8000 ദീനാറാണ് ആകുള്ളത്, ഇത് 4000 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 4000 വീട്ടുകാരെ ചെലവിന് നീക്കി വെച്ചതാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ബാറകല്ലാഹു ഫീമാ അഅ്തൈത വഫീമാ അംസക്, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നതിലും വീട്ടുകാർക്ക് വേണ്ടി നീക്കി വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അതോടുകൂടി അദ്ദേഹം അടിച്ചു കയറി, വലിയ സമ്പന്നനായി, നല്ലോണം ചെലവാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവാക്കി അവസാനം പരമദരിദ്രനായിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഫക്കീറായിട്ട് മരിച്ചു, വാശിയോടുകൂടെ ചെലവാക്കി. സഹോദര, അവരുടെ മാർഗം വളരെ വലുതാണ്. ഇങ്ങനെ ചെലവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിവിന്റെ പരമാവധി ഗൾഫിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ അവരെ നമ്മൾ സമ്മതിക്കണം. കഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് പോയി, കുടുംബം നോക്കാൻ പോയി, അങ്ങനെ ഭക്ഷണത്തിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി നാട്ടിലേക്ക് വീട്ടിൽ അയച്ചു കൊടുക്കാൻ. അതിൻ്റെ ഇടയിലാണ് നാട്ടിൽ നടക്കുന്ന പരിപാടികൾക്കും അതുപോലെ തൊഴിലുക്കും മദ്രസക്കും അതിനു വേണ്ടിയൊക്കെ അവർ അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നീക്കി വെക്കുന്നത്. അള്ളാഹു ബർക്കത്തിൽ മാറാവട്ടെ. ആ നൽകുന്നതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് സകല ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം അവർക്ക് ആകുള്ളത് അത് മാത്രം. വല്ലതും സംഭവിച്ചാൽ സ്വന്തം ആടുകൾ പോലും അടുത്തില്ല, പെട്ടെന്ന് ഓടി വരാൻ. എന്തായിരുന്നാലും ഖുർആന്റെ ഉപദേശം പഠിച്ചവർ അവര് സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുമെന്നാണ്. ആ നൽകിയതാണ് അപ്പം നമ്മളെ വരുമാനമുള്ളത്. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കും. അതിന്റെ പേരിൽ തല്ലുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചെലവഴിക്കുന്നത് മാത്രമാണ് സഹോദര നാളേക്ക് നമുക്ക് ഉപകരിക്കുന്നത്. ബാക്കിയൊക്കെ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉപകരിക്കണം. അള്ളാഹു നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു താല ഇവരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്,
فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അല്ലാഹു പറയാണ്, ഒരാളും അവന്റെ കണ്ണിന് കുളിർന്നു വരുന്ന രൂപത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വച്ചത് ഒരാളും അറിയുന്നില്ല. അതായത് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ച സുഖങ്ങളുണ്ടല്ലോ, സൗകര്യം, അത് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ ഊഹിച്ചെടുക്കാൻ കഴിയാത്ത സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ് റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു കണ്ണും കാണാത്തത്, ഒരു മനസ്സിലും ഊഹിച്ചെടുക്കാൻ കഴിയാത്തത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്, സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഏതറിയോ? നോമ്പ്. പരിശുദ്ധ റമളാനാണ് സഹോദരൻ നമുക്ക് വരാൻ പോകുന്ന ബാക്കിയുള്ള ഒരു അമല് പോലെയല്ല. ബാക്കിയുള്ള ഒരു അമല് പോലെയല്ല നോമ്പ് നമുക്ക് വരാൻ പോകുന്ന വലിയ പ്രതിഫല. മനുഷ്യരോടുള്ള ഹക്ക് വീട്ടാതെ മരിച്ചുപോയാൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ പരലോകത്തൊരാളവരാണ് നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പരാതിക്കാരവരാണ്. അല്ലാഹുവേ, അവനെന്നെ ഒരുപാട് ഗീബത്ത് പറഞ്ഞവനാണ്. എത്രയോ ഓന ഗീബത്ത് പറഞ്ഞത്, അതിന്റെ കണക്കനുസരിച്ച് കൃത്യമായി ഇവൻ ചെയ്ത നന്മയിൽ നിന്ന് കുറച്ച് അവനെടുത്ത് കൊടുക്കും. കുറച്ചല്ല, എത്രയോ പറഞ്ഞ അതിനനുസരിച്ച് എടുത്തു കൊടുക്കും. വല്ല പരാതി തീർത്തു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്ന, റബ്ബേ, എന്നെയും അവന് ഗീബത്ത് പറഞ്ഞവനാ, ഇവന്റെ അമല് കുറച്ചും കൂടി എടുത്തവന് കൊടുത്തു. വേറെ ഒരാളെ വന്ന് പറഞ്ഞു, അവനെ ശാരീരികമായും മർദ്ദിച്ചവനാ, അതിന് പകരം ഇവന്റെ അമല് അതിന് കണക്കാക്കി അവനെടുത്ത് കൊടുത്തു. കൊടുക്കാത്തൊരു അമലുണ്ട്, 2 അമലുണ്ടെന്ന വ്യത്യസ്തമായിട്ട് വിശദീകരണം കാണാം. 1 നോമ്പ്, 2 സ്വലാത്ത്. ഇതെടുത്ത് കൊടുക്കൂല. നമ്മളെടുത്ത് നോമ്പ് വേറെ കൊടുത്തു കൊടുക്കൂല. എന്താ കാരണം? അല്ലാഹു പറഞ്ഞെന്താ? നോമ്പ് എനിക്കുള്ളതാണ്, ഖുർആനോത്ത് എനിക്കുള്ളതാണ് എന്നല്ല, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് കൂലി കൊടുക്കുക. എല്ലാം അല്ലാഹു എനിക്കുള്ള തന്നെയാണ്, എല്ലാറ്റിന്റെയും കൂലി തരുന്നത് അല്ലാഹുവാണ്. പക്ഷെ നോമ്പിന് പ്രത്യേകമായി എണ്ണി ഇൻഷാ അല്ലാഹ് അതിന്റെ കാരണങ്ങളൊക്കെ നോമ്പ് വരുമ്പോൾ നമുക്ക് പറയാം. ഈ ആയത്തിൽ വന്നൊരു കാര്യം പറഞ്ഞതാണ്, നോമ്പ് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തായിരുന്നാലും പറഞ്ഞു വന്നത്, നോമ്പടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് പടച്ചോനെ കണ്ണിന് കുളിർമ വരുന്ന സുഖങ്ങൾ നാളെ പടച്ചോൻ തരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇവിടെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം, വിശുദ്ധി വേണം. ഇവിടെ ജീവിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, ആയിക്കോട്ടെ. ഇവിടെ ജീവിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായാലും മരിക്കലോട് കൂടെ സ്വതന്ത്രനാവാണ്. ഇവിടെ ജയിലുള്ളത് പോലെയാണ്. ദുനിയാവ് എന്ന് പറയുന്നത് മോമിന് ജയിലറയാവുന്നു. തൊട്ടതൊക്കെ പ്രശ്നീകരണം. അത് പറ്റില്ല, ഇത് പറ്റില്ല, മറ്റേത് പറ്റില്ല. അപ്പൊ നമുക്ക് തോന്നിപ്പോകും തിരിയാനും അറിയാനും പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ ജയില്. മരിക്കോടുള്ള സഹോദരാത് മരിക്കലോട് കൂടെ അവൻ സർവ്വസ്വതന്ത്രനാവുകയാണ്. മരിക്കലോടുകൂടെ അല്ലെങ്കിലോ മരിക്കലോടുകൂടെ വലിയ ജയില. അത് ഇവിടുത്തെ ജയില് നമ്മൾ ചിന്തിച്ചാലും മതി. ഇവിടുത്തെ ജയില് കിടന്ന അവസ്ഥ. കഴിഞ്ഞ ആഴ്ചയുടെ സുപ്രഭാതത്തില് പിന്നെ ഒരു സഹോദരൻ തന്റെ ജയിൽ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞായറാഴ്ച പതിപ്പിൽ വായിച്ചോ? അതില് 5 ലക്ഷത്തിന്റെ ചെരുപ്പ് ധരിച്ചിരുന്ന ഒരു സഹോദരൻ ഇപ്പൊ ജയിലിലുണ്ട്. കേരളത്തിലെ വലിയ വ്യവസായി, ബിസിനസ്സുകാരൻ. ഒരു സെക്യൂരിറ്റിക്കാരനെ വാഹനം ഇടിച്ചിട്ടും മറ്റും ദാരുണമായി നിഷ്ഠുരമായി കൊന്ന ആള് ഇപ്പൊ ജയിലിലുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ആള് തന്റെ അനുഭവം എഴുതി. നിരപരാധിയായ ഒരാള് അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ ഒപ്പം കണ്ടത്, ഇടപഴകിയത്. 5 ലക്ഷത്തിന്റെ ചെരുപ്പ് ധരിച്ചിരുന്ന ഈ വ്യവസായി 100 രൂപന്റെ ഒരു താണ ചെരുപ്പ് ധരിച്ചിട്ട് എല്ലാവരും വരി നിൽക്കുന്നത് പോലെ ഒരു പാത്രവുമായി ഭക്ഷണത്തിന് വരി നിൽക്കുന്ന ആ രംഗം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു അവൻ? എന്തൊരു അഹങ്കാരിയായിരുന്നു! എത്രയോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഇതെങ്ങാനിപ്പോ അയാൾ കേൾക്കുകയാണെങ്കിൽ പുറത്തിറങ്ങി എന്നെ കൊല്ലും. അയാൾ മറ്റുള്ളവരെ പോലെ ഇപ്പൊ നോക്കുങ്ങള് ഇതാ പിച്ചപാത്രവുമായിട്ട് വരി നിൽക്കണം. ഇതാണ് ജയിൽ. വേറെ ഒരുത്തൻ, വലിയ സ്വാധീനമുള്ള ഒരുത്തൻ, ഒരു കൊലപാതകത്തിലെ പ്രതി,
ജയിലിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഉന്നതങ്ങളിൽ ബന്ധമുള്ള ഉന്നതരോട് സംസാരിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ജയിലിൽ കിടക്കലോടുകൂടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, തീർന്നു. ദുനിയാവിലെ ജയിലിൽ ഇത്ര പ്രയാസമുണ്ടെങ്കിൽ ജയിലിൽ പോയാലാണ് സ്വാതന്ത്ര്യത്തിന്റെ വില നമ്മളറിയാം. എന്നാൽ സഹോദര, മരിക്കലോടുകൂടെ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചു? മരിക്കലോടുകൂടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നേരെ മറിച്ച് ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങള്, വിധിവിലക്കുകള് അതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുമ്പോൾ കുറെ പ്രയാസങ്ങളുണ്ടാവും, കുറെ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലൊക്കെ നമ്മളെ കളിയാക്കും. എന്നാലും മരിക്കലോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. മരിക്കലോടുകൂടെ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മരിക്കലോടുകൂടെ എല്ലാ പ്രശ്നവും തീരും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് നല്ല റാഹത്താണ്. അത് ശരിയാണ്. അതിനെന്ത് വേണം? ഇവിടെ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറാകണം. ഇവിടെ സഹോദര നമ്മൾ ഒന്നുമല്ല വിനയം കാണിക്കാൻ തയ്യാറാകണം. ഇവിടെ നമ്മൾ വിനയം കാണിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രയാസപ്പെടും. അത് പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ സുജൂദ് ചെയ്യാൻ, ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ തയ്യാറാകാത്തവൻ നാളെ അവന്റെ അവസ്ഥ കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹു തആല പറയുന്നത് കുറ്റവാളികളെ നാളെ മഹ്ശറയിൽ വെച്ച് കാണുന്ന സന്ദർഭം എന്തായിരിക്കും അവരുടെ അവസ്ഥ? നാകിസൂ റൂസിഹിം, അവരുടെ ശിരസതാ താഴ്ത്തിയിരിക്കുന്നു. ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അരികത്തണ്ട് അവരുടെ ശിരസുകൾ അവർ താഴ്ത്തിയിരിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ റബ്ബനാ, ഞങ്ങളുടെ നാഥ, അബ്സർനാ വസമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ കണ്ടിരിക്കുന്നു. സത്യം ഞങ്ങൾ കണ്ടിരിക്കുന്നു നാഥ, സത്യം ഇതാ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കണേ നാഥ, ഞങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തു വരാം. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളായിരിക്കുന്നു. ദുന്യാവുന്ന സുജൂദ് ചെയ്യാൻ അവർക്ക് മടിയുണ്ടായിരുന്നു. ഖുർആൻ അവരുടെ മേലിൽ ഓതപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യില്ല. അതായത് ഒരു വിനയം കാണിക്കൂല. യാതൊരു വിധത്തിലും അവർ വിനയം കാണിക്കാത്തവരാ. റുക്കൂഅ് ചെയ്യാൻ അവർ തയ്യാറല്ല, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ അവർ തയ്യാറല്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിരസ്, പാഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് 4 സ്ഥിതി ചെയ്യുന്ന ശിരസ് കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കല. അതിന് മടി കാണിച്ചവനാ, അഹങ്കാരമുള്ളവർക്കതിന് സാധിക്കുള്ളൂ. ഇല്ലാത്തവരെന്താ അള്ളാന്റെ മുന്നിൽ പറ്റ ചെറുതാവും. ആ ചെറുതാകലാണ് നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ശിരസ് കൊണ്ടുപോയി വെക്കുന്നത്. അതിന് മടി കാണിച്ചവൻ നാളെ പരലോകത്തോന്റെ അവസ്ഥ എന്താ? റബ്ബിന്റെ മുന്നിൽ അവർ താഴ്ന്നു നിൽക്കുന്നു, ശിരസതാ കുനിച്ചു നിൽക്കുന്നു. പക്ഷേ എന്നിട്ട് അവർ പറയുന്നതോ, റബ്ബേ ഞങ്ങൾ സത്യം കേട്ടു, ഞങ്ങൾ സത്യം കണ്ടു, ഒന്ന് മടക്കണേ നാഥാ ദുനിയാവിലേക്ക്, ഞങ്ങൾ ദൃഢവിശ്വാസികളാ, ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു വരാൻ. പടച്ചോൻ എന്താ പറയാറിയോ? വലൗ ശീനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ഓരോരുത്തർക്കും ഹിദായത്ത് നൽകുമായിരുന്നു. ഇല്ല, ഇനി പെരുമടക്കല്ല. ഇല്ല, മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നരകത്തെ നിറക്കുമെന്ന് എന്റെ വചനം നേരത്തെ മുൻകടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ദുനിയാൾക്കൊരു മടക്കും. അപ്പൊ പിന്നെ നരകത്തിൽ ഒരു കുട്ടി ഉണ്ടാവില്ല. ഇതിനൊക്കെ ടൈം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അതുകൊണ്ട് അനുഭവിച്ചോളി എന്ന് അവരോട് പറയുമെന്നാണ്. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ മനസ്സിലാക്കേണ്ടത്, സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മൊത്തം ഉദ്ദേശിച്ചു സുജൂദ്, റുക്കൂ ഒക്കെ ഇതിൽ പെട്ടു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും. അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടി വരും. അതൊക്കെ ശരിയായ രൂപത്തിലാണ്. ബിലാലിനോട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ബിലാലെ, താങ്കൾ സ്വർഗത്തിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ബിലാലെ, എന്തേ താങ്കൾക്ക് ഈ മഹത്വം ലഭിച്ചത്?
താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എല്ലാ സമയത്തും ഒളു ഉള്ളവനാകും. ഞാൻ ഒളു ചെയ്യുമ്പോഴൊക്കെ ഒരു ഒളു ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കും. അതുകൊണ്ടാണ് എന്റെ ചെരുപ്പിന്റെ ശബ്ദം അങ്ങ് കേട്ടത്. ചെരുപ്പിന്റെ വാറിന്റെ കരച്ചിൽ സ്വർഗത്തുനിന്ന് ഉള്ള കരച്ചിൽ നബി കേട്ടു. എന്റെ ശബ്ദം കേട്ടു. ചെരുപ്പിട്ടിങ്ങനെ നടക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ സ്വർഗത്തില്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഒളു ഞാൻ എപ്പോഴും ചെയ്തു. അപ്പൊ ഒളു ചെയ്താൽ ഞാൻ അപ്പൊ ഉടനെ നിസ്കരിക്കും. ഒരു നിസ്കാരം ഞാൻ ഏതെങ്കിലും നിസ്കരിക്കും. ഇതൊക്കെ എത്ര ഈമാനം വേണം. തസൂഫിന്റെ പണ്ഡിതന്മാരെ സംഭവം രേഖപ്പെടുത്തുന്ന ഒരു സൂഫി, അദ്ദേഹം രാത്രി സമയത്ത് അദ്ദേഹത്തിന് കുളി നിർബന്ധമായി. ഉടനെ മൂപ്പര് കുളിക്കാൻ വേണ്ടി ടൈഗ്രീസ് നദിയുടെ തീരത്തേക്ക് പോയി എന്നാണ് അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ടൈഗ്രീസ് നദിയുടെ അരികിലെത്തിയപ്പോ മരം കോച്ചുന്ന തണുപ്പാണ്. പല്ലുകൾ കൂട്ടിമുട്ടുന്നു, കാലിന്റെ മുട്ടുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. അത്രക്കും കൊടും തണുപ്പ്. ഇനിയിപ്പോ വെള്ളത്തിൽ മുങ്ങണം. അദ്ദേഹത്തിനൊരു മടി തോന്നിയ ഒരു അല്പ സമയം, എങ്ങനെയപ്പോ ഈ തണുപ്പത്ത് വെള്ളത്തിൽ മുങ്ങാൻ? നിർബന്ധ കുളി വിടാനാണ്. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു മടുപ്പ് വന്നതോടുകൂടെ അദ്ദേഹം നേരെ തിരിച്ചു ചിന്തിച്ചു, പടച്ചോനെ ഞാൻ അങ്ങനെ കരുതാൻ പാടുണ്ടോ? അങ്ങനെ ശരീരത്തിന് എങ്ങനെയപ്പോ ഈ വെള്ളത്തിൽ ഈ മരം കോച്ചുന്ന തണുപ്പത്ത് ഈ വെള്ളത്തിൽ എങ്ങനെയാണ് കൊടും തണുപ്പിൽ മുങ്ങാന്നുള്ളൊരു ചിന്ത വന്നല്ലോ. വരാൻ പാടില്ലായിരുന്നത്. അദ്ദേഹം സ്വന്തം ശരീരത്തെ ശിക്ഷിച്ചു എന്നാണ്. എങ്ങനെ? അദ്ദേഹത്തിന് നല്ല ഒരു രോമത്തിന്റെ, നല്ല കനമുള്ള രോമത്തിന്റെ ഒരു കുപ്പായം ഉണ്ടായിരുന്നു. മൂപ്പർ എന്ത് ചെയ്തു അറിയോ? ആ കുപ്പായിട്ടു. സാധാരണ കുളിക്കുമ്പോൾ കുപ്പായ അയച്ചു വെക്കലാണ്. മൂപ്പർ ആ കുപ്പായിട്ടു. ആ കുപ്പായം ധരിച്ചതിന്റെ ശേഷം അദ്ദേഹം ടൈഗ്രീസ് നദിയിലേക്ക് ചാടിയെന്ന്. അങ്ങനെ ശരീരം മാത്രമല്ല, ആ കുപ്പായം ഒന്നായിട്ട് നനഞ്ഞു. എന്നിട്ട് അദ്ദേഹം കയറി. അദ്ദേഹത്തിന്റെ ആ കുപ്പായം അദ്ദേഹം ഉണങ്ങാൻ വേണ്ടി വെയിലത്തിടുകയോ തോർത്തുകയോ ഒന്നും ചെയ്യാതെ തണുപ്പുള്ള വെള്ളത്തിൽ ചാടൂലല്ലേ. എന്നിട്ട് ആ നനഞ്ഞ കുപ്പായം ദിവസങ്ങളോളട്ടു. മേലിൽ അങ്ങനെ കരുതരുത്. ദേഹേച്ഛക്കെതിരെയുള്ള സമരം ജിഹാദാണ്. ശരീരം ഇച്ഛിക്കുന്ന നമുക്ക് ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യവും അത് അള്ളാഹ്ക്കെതിരാവും. സഹോദര, രാത്രി സമയത്ത് നല്ല മഴ പെയ്താല് സുബഹിന്റെ സമയത്ത് ഉറങ്ങാൻ നല്ല സുഖമാവും. ദേഹത്തിനതാണ്, ദേഹം ഇച്ഛിക്കുന്നതാണ്. അള്ളാഹ് കൽപ്പിച്ചത് രാവിലെ പ്രഭാത നമസ്കാരം നിർവഹിക്കണമെന്ന. ശരീരത്തിന് ഇഷ്ടമോ? നേരെ മറിച്ചായിരിക്കും. അപ്പൊ ഇവിടെ ആ തണുപ്പുള്ള സമയത്തൊന്ന് വെള്ളത്തിൽ മുങ്ങാൻ ഒരു ചെറിയ മടി ആണ് തോന്നിയപ്പോഴേക്ക് അതിന്റെ പിന്നെ അങ്ങനെ ആവർത്തിക്കരുത്. അവരൊക്കെ അവരുടെ ഒരു ഈമാനമൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നില്ലേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുന്ന കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. തന്റെ ശരീരം കൊണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു. ഒരാഴ്ച എഴുതി വെക്കും. എന്നിട്ടായി എഴുതി വെച്ചത് അദ്ദേഹം പരിശോധിക്കും. എഴുതി വെച്ചത് സഹോദര അദ്ദേഹം പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതിന്റെ ശേഷം പിന്നെന്ത് ചെയ്യും? അതിൽ എത്ര നന്മ വന്നു, അതിൽ എത്ര നന്മയില്ലാത്തത് വന്നു. വലിയ തെറ്റുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതിനെ വല്ല ഗൗരവത്തോടുകൂടെ കണ്ടിട്ട് അദ്ദേഹം ആ തെറ്റിന്റെ എണ്ണമനുസരിച്ച് സ്വന്തം ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരു തവണ ഈ അടി ഉണ്ടാവും. ആഴ്ചയിൽ ഒരു തവണ. ഒരാഴ്ച തന്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് എഴുതി വെക്കാം. നമ്മളെ കൊണ്ട് കഴിയും അതിന്? ഒരാഴ്ച ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഒരാഴ്ച ആയാൽ അത് കൂട്ടി വെക്കുക. അതിൽ എത്ര തെറ്റ് വന്നു ആ തെറ്റിനനുസരിച്ച് മൂപ്പർ അടിക്കുക. സ്വന്തം ശരീരത്തിൽ നമ്മൾ ചിലപ്പോൾ അടിക്കുകയും ചെയ്യും, പക്ഷെ അടി മുറുകൂല. അവനാന്റെ ശരീരത്തിൽ അടിക്കുമ്പോഴേ പെരും വരവൊക്കെ വരും, പക്ഷെ എഴുത്തുകൾ എത്തുമ്പോ കനം കമ്മിയാക്കും. കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് അത് കാരണം പാടുണ്ടായിരുന്നു. അത്രേ കറുത്ത പാട്, അടയാളം പ്രത്യേകിച്ച് തഴമ്പായി എന്നാണ്. അദ്ദേഹത്തെ തന്നെ അടിച്ചിട്ടാണ് ഈ തഴമ്പായത്. അവരൊക്കെ പോകുന്ന സ്വർഗത്തില് ഞാനും എങ്ങനെ എത്തും എന്നൊരു വേറെ ചിന്തിക്കണം. നമ്മൾ പറ്റേ അലസത നമുക്ക് തീരെ അല്ലേ? അല്ലാഹുവിനുള്ള ഒരു ചിന്ത, അതിൽ നിന്ന് പറ്റേ ബഹുദൂരം നമ്മൾ പിറകോട്ട് പോവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. ഈ തസവൂഫിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ചാലേ നമുക്ക് ടെൻഷനാവും. നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിലൊക്കെ അവർ ചെലുത്തിയ ആ ശ്രദ്ധ നമുക്കില്ലാതെ പോയി. നമുക്കുള്ള ഉദാഹരണം നമ്മൾ ചെയ്യുന്നതിന് ധാരാളം ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ജുമാക്കൊക്കെ പോകുന്നുണ്ടല്ലോ, നിസ്കാരം ഒഴിവാകുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്ന് അല്പം ബാക്ക് പോലെയാണ്. അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അല്ലാഹു തആല ഇവിടെ പറയുന്ന വിഷയം ഇതാ. ഇത് നോക്കൂ, അല്ലാഹു വീണ്ടും പറയാം, വഇദാ ഖുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ. വിശുദ്ധ ഖുർആൻ അവരുടെ മേൽ ഓതപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യാത്തവരാണ്. ഇതിപ്പോ സജദന്റെ ആയത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓതിയാല് അല്ലെങ്കിൽ ഓത്ത് കേട്ടാല്, ഓതിയവനും ഓത്ത് കേട്ടവനൊക്കെ സജദന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സജദന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ സജദന്റെ ആയത്ത് വരുന്നുണ്ട്. ആ ആയത്ത് ഓതി കഴിഞ്ഞാൽ ഉടനെ സുജൂദ് ചെയ്യണം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. നിസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. നിയ്യത്ത് വേണം, തക്ബീർ വേണം, ഔറത്ത് മറക്കണം, കിബിലയുടെ ഭാഗത്തേക്ക് തിരിയണം, എല്ലാം വേണം. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ചിലരൊക്കെ ഖുർആൻ ഓതുമ്പോൾ സജദന്റെ ആയത്ത് ഓതിയാല് ആണ് പോകും സുജൂദ്ക്ക്. ഒറ്റ ചെയ്യലാണ്. എന്നിട്ടന്നെ ഇരിക്കും, പിന്നെ ബാക്കി അങ്ങനെ ഓതും. ശരിയാവൂല. സജദന്റെ സുജൂദിന് ഒലവ് വേണം. സാഹിബെടുത്ത് ഓതുന്ന ആൾക്ക് ഒരു പക്ഷെ ഒലവ് ഉണ്ടാവും, ഔറത്ത് മറക്കണം, അവൻ മറിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാം വേണം, നിയ്യത്ത് വേണം. സജദന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ. അത് നിന്നിട്ടും ആകാം, ഇരുന്നിട്ടും ആകാം. അത്തഹിയ്യാത്തിൽ ഇരിക്കും പോലെ ഇരിക്കുക, അത് നല്ലത്. ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നിൽക്കണമെന്നില്ല. നിസ്കാരത്തിൽ സജദന്റെ ആയത്ത് ഓതിയവര് അവർക്ക് ഡിമാൻഡുകളൊന്നുമില്ല. ഓലെന്ത് ചെയ്താൽ മതി? നേരെ സുജൂദിക്കാൻ പോയി ഒറ്റ സുജൂദ് ചെയ്ത് അതേപോലെയാണ് പോരണം. ഇപ്പൊ ഇഖ്റ സൂറത്ത് ഓതിയാലേ ലാസ്റ്റ് എന്തുണ്ടാവും? ആ സൂറത്തിന്റെ അവസാനാണത്. അപ്പൊ നേരെ സുജൂദ് പോവാ. അതിന് വേണമെന്നില്ല. അങ്ങനെ പോയാല് പിന്നെന്ത് ചെയ്യാ? നേരെ ഇങ്ങോട്ട് പോരാ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാമ് പോയാൽ മൗമൂം പോകണം. ഇമാമ് പോയാല് മൗമൂം പോകണം. അല്ലാഹു അക്ബർ വേണം കേട്ടോ, അല്ലാഹു അക്ബർ വേണം. ഇമാമ് പോയാല് മൗമൂം പോകണം. ഇമാമ് പോകാതെ മൗമൂം പോകാനും പാടില്ല. ഇമാം ഇപ്പൊ സുജൂദ് ചെയ്തില്ലല്ലോ, മൂപ്പർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് കരുതി പോകരുത്. ജമാഅത്തിലാകുമ്പോൾ പറ്റില്ല. ഇമാമ് പോയപ്പോ ഇയാൾ കരുതി എന്ത്? ഇമാമ് പോയപ്പോ എന്ത് കരുതി? അതിപ്പോ സുന്നത്തല്ലേ, മൂപ്പര് പോയി പറ്റേ, എനിക്കിപ്പോ വേണ്ടത്ര സുഖമില്ല, ക്ഷീണുണ്ടെന്ന്. ആ പറ്റില്ല. പോയിട്ട് ഇങ്ങോട്ട് വരാനുള്ളത് വന്നതിന് ശേഷം പിന്നെ റുക്കൂവാണ് ചെയ്യാനുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? സുജൂദ് കഴിഞ്ഞ് പോരുമ്പോ റുക്കൂവിലവിടെ നിന്നു. അത് പറ്റൂല. നേരെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് സുജൂദ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആ സൂറത്ത് ഓതാനും പാടില്ല. നിങ്ങൾ സുജൂദ് ചെയ്യണം, ഞാൻ നല്ല ശ്രദ്ധയുള്ള ആളാണെന്ന് ആൾക്കാരൊക്കെ അറിയട്ടെ, പുതിയ ഇമാമാണ്, അത് പറ്റുമോ? അതുമില്ല. അഥവാ ഓതിയാൽ അത് ചെയ്യാ എന്നതല്ലാതെ അയിമ ആളാകരുത്. എന്തായിരുന്നാലും നിസ്കാരത്തിന്റെ പുറത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സുജൂദ് ചെയ്യുക, അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോൾ ഇരിക്കുക, സലാം വീട്ടുക. നിസ്കാരത്തില് നിയ്യത്ത് പ്രത്യേകം വെക്കണമെന്നില്ല. നിയ്യത്ത് എന്തായാലും ഇപ്പൊ സജദന്റെ സുജൂദ് പോകുമ്പോൾ ഒരു നിയ്യത്ത് ഉണ്ടാവുമല്ലോ, അത് മതിയും. പ്രത്യേക നിയ്യത്ത് വെക്കൊന്നും വേണ്ട. നിസ്കാരത്തിലാവുമ്പോൾ, അല്ലാത്ത സമയത്താവുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്തായിരുന്നാലും നമുക്ക് സജദന്റെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദ് നമ്മളോട് ചെറുതാവണം. അള്ളാന്റെ മുന്നിലെ ആരും ചെറുതാവണം. അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. നമ്മൾ കാൽക്കൽ വീഴാന്നൊക്കെ പറയലേ, ആരും കാൽക്കൽ വീഴണ്ട. ഇത് നേരെ അള്ളാഹുവിനിക്കണം സുജൂദ് ചെയ്യാൻ. തല എന്ന് പറഞ്ഞാൽ ചില്ലറല്ലല്ലോ, മസ്തിഷ്കം അവിടെ അല്ലേ കിടക്കുന്നത്. ആ തല കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കാൻ മധ്യഭാഗം കിട്ട് മുകളിലേക്കായി വേണം. ആ രൂപത്തിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അള്ളാഹുവിനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടുന്ന് സുജൂദ് ചെയ്യാൻ മടിച്ചാൽ നാളെ പരലോകത്ത് വെച്ചിട്ട് എന്തെങ്കിലും സുജൂദ് ചെയ്യാൻ പറയും. മഹ്ശറിൽ ഒരു സുജൂദ് ചെയ്യാൻ പറിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സുജൂദ് ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെടും, പക്ഷേ അവർക്കതിന് കഴിയില്ല.
അത് നിസ്കരിക്കാത്ത ആളുകളാണ്. നിസ്കരിക്കാത്ത ആളുകളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നിട്ട് അള്ളാഹു അവരോട് പറയും ചെയ്യടാ സുജൂദ് പറയും. അപ്പോൾ അവന് സുജൂദ് ചെയ്യണമെന്ന്. പക്ഷെ ഒരു വടി പോലെ അങ്ങനെ നിൽക്കുന്നതാണ്, സുജൂദ് ചെയ്യാൻ കഴിയില്ല, വളയിലെ ഊര. അവരുടെ മുഖം ആകെ വല്ലാത്തൊരവസ്ഥയിലാകും. അള്ളാഹു പറയാം എന്താ കാരണം? ഒരു പേടിച്ചു പോയി. അപമാനം അവരെ ആകെ വലയം ചെയ്യുന്നതാണ്. അവരുടെ കണ്ണുകൾ വിനയം കാണിക്കും. പേടിച്ചിട്ട് കണ്ണുകൾ പേടിച്ചിട്ട് വിനയം കാണിക്കും. അതോടുകൂടെ തന്നെ പുലി ഇറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല, ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. നേരെ സുബൈക്ക് ജമാഅത്തിന് ഇങ്ങനെ വരുമ്പോ ടോർച്ചിങ്ങനെ അടിച്ചപ്പോൾ പുലി നേരെ മുന്നിൽ ശുചിയായി എന്തേ കാരണം? അപ്പോൾ ഉള്ള പേടി ഒന്നല്ലോ ചോദി. അത് പറഞ്ഞറിയിക്കാൻ വയ്യ, ചിലപ്പോൾ അവിടെ വീണുവോ പേടിച്ചിട്ട്. ഇനി ഒരാളെ പേടി ഓന്റെ കണ്ണെന്ന് ഇങ്ങനെ കാണാൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പേടി. ഒരു അധ്യാപകന്റെ മുന്നിൽപ്പെട്ട കുട്ടി, പോലീസുകാരന്റെ മുന്നിൽപ്പെട്ടവൻ ഉരുട്ടാൻ പോകുകയാണോ അവൻ ദയനീയമായിട്ട് നോക്കും നിയമപാലകരുടെ മുഖത്തേക്ക്. എന്നാൽ സഹോദര, നാളെ റബ്ബിന്റെ കോർട്ടിൽ അവിടെ അപ്പീൽ പോകാൻ കഴിയൂല. അവിടെ അഭിഭാഷകരില്ല. അവിടെ അഭിഭാഷകരില്ല. ഇന്നത്തെ അഭിഭാഷകരൊക്കെ ഉണ്ടാവും അവിടെ. എന്നാ പറഞ്ഞവരൊക്കെ എല്ലാവരും ഉണ്ടാവും. ആർക്കും തുണിഞ്ഞിട്ടാൻ ഉണ്ടാവില്ല. അവിടെ രക്ഷപ്പെടുത്താറുണ്ടാവില്ല. സഹോദര, നിസ്കരിക്കാത്തവൻ ഇന്ന് ഭയങ്കര ബിസിയാണ്, തിരക്കാണ്. നിസ്കാരം ഒഴിവാക്കുക. നിസ്കരിക്കാൻ പറയും, സുജൂദ് ചെയ്യാൻ പറയുമ്പോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയൂല. ഖാശിയത്തൻ അബ്സാറും, കണ്ണുകൾ ഇങ്ങനെ വിനയം കാണിക്കും. കയ്യേറ്റാണ്, ഊര വളയുന്നില്ലല്ലോ. തർഹഖുഹും, അപമാനമാകെ വലയം ചെയ്യും. കുറെ ആളുകൾ ഉണ്ടാവുമ്പോ ഒക്കെ ആരും നോക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് വേണ്ട കാര്യമല്ല. പക്ഷെ അതേ സമയത്ത് ഭയങ്കര വഷളത്തിലേക്കാണ് അവിടെ. ആകെ വഷളാവും. മാനം കെടും. ദുനിയാവിൽ മാനം കെട്ടാൻ ഒരു രാജ്യം വിടല് അല്ലേ? ഇത് കുറെ കാലം കഴിഞ്ഞിട്ടേക്കാരം പിന്നെ വരാം. ഇന്ന് ആൾക്കാർ മറന്നു നിൽക്കോ? ആരും മറന്നിട്ടുണ്ടാവില്ല. കുറെ കാലമായി അവൻ പോയിട്ട് അന്ന് അങ്ങനെ പോയതാ. പിന്നെ ആൾക്കാരെ ചർച്ച ചെയ്യും അല്ലേ? ഖുത്ബ ഓതുന്ന സമയത്ത് ഒളു മുറിഞ്ഞു ഇമാമിന്. അതാകെ വിഷയമായി നാട്ടില്. അതിപ്പോ അത്ര വിഷയമാകാനൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ മിമ്പർമെന്നായിന്ന് മാത്രം. അപ്പൊ ആണുങ്ങളൊക്കെ അത് പെരി പോയി പറയല്ലോ. ആളുകൾക്കൊരു എന്തൊരു വിഷയം കിട്ടിയാൽ മതിയല്ലോ പെണ്ണുങ്ങളോട്. എന്നാൽ പെണ്ണുങ്ങളിടയിലോ വലിയ ചർച്ചയായി. അതിൽ ഇയാളെന്ത് ചെയ്തു? പിന്നെ തൽക്കാലം പള്ളിക്കൊന്നും നിന്ന് മാറാൻ തീരുമാനിച്ചു. വിഷയം വളരെ സിമ്പിളാണ്. എന്തെങ്കിലും അവിടുന്ന് പോകുന്ന ചോദിച്ചാൽ പറയാനുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ആ മഹല്ലേക്ക് ഒരു മരണം ഉണ്ടായിട്ട് വന്നു. ആ പള്ളിന്റെ അടുത്തുള്ള കിണറിന്റെ അടുത്തുണ്ടാകുമ്പോഴോ 3-4 പെണ്ണുങ്ങൾ വെള്ളം കോരും. ഇയാൾ കണ്ട ഉടനെ തന്നെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, നമ്മൾ പണ്ട് മിമ്പറുമെന്ന് ദേശത്താണ് ഉസ്താദില്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ 15 കൊല്ലം കഴിഞ്ഞിട്ടും ഈ സംഗതി മറന്നിട്ടില്ല. വേണ്ടത് എന്ത് ചെയ്യും? മറക്കും. വേണ്ടാത്തത് മറക്കൂല. പൊതുവെ നമ്മുടെ സ്വഭാവം അതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, മാനം പോകാൻ ചെറിയ സംഗതികൾ മതി. ചിലർക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തായിരുന്നാലും അല്ലെ. എന്ത് തന്നെ സംഭവിച്ചാലും ജനങ്ങളെ ഫേസ് ചെയ്യാനൊരു മടിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് അത് ഒരു അഭിമാനമായിട്ട് അവർ കാണാം. അങ്ങനെയല്ല അറിയപ്പെട്ടല്ലേ നമ്മളെന്നാൽ. ഒരു യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ടാവും. ഈ അടുത്ത് പിന്നെ ഈ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് അതിന്റെ പേരിൽ ജയിലിൽ കടന്ന് വന്ന ഒരാള് ജയിലിൽ നിന്ന് വന്ന് തൊട്ടടുത്തുള്ള ഖുർആൻ ക്ലാസ്സിന് വന്നിരിക്കുന്നുണ്ട്. ഞാൻ അന്തം വിട്ടു. പിന്നൊന്നും വന്നിട്ടില്ല, ഒറ്റ ക്ലാസ്സിനും വന്നു. അപ്പൊ എന്താ ആ മടിയാണ് തീരാൻ വന്നാണ് പോലും. സാറാണ് ആള്. എന്നാൽ സഹോദര, നാളെ പരലോകത്ത് അവിടെ ഇതൊന്നും നടക്കൂല. അവിടെ ഒരു വഷളാകലുണ്ട്. ഇവിടെ സുജൂദ് ചെയ്യാൻ മടിച്ചവൻ അവിടെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും സുജൂദ് ചെയ്യാൻ കഴിയാതെ അവനാകെ പ്രയാസപ്പെടുന്നൊരവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, ഇങ്ങനൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാലും സത്യനിഷേധികൾ അവർ സത്യത്തെ വ്യാജമാക്കുന്നവരാണ്. അള്ളാഹു ആകട്ടെ അവിടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് അറിയുന്നവനാകുന്നു. നമ്മളെപ്പോലല്ലേ, നമുക്ക് ഹൃദയത്തിലുള്ള അറിയാൻ കഴിയൂല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയൂല. എന്നാൽ അള്ളാഹു
എല്ലാം അറിയും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഒരാളുടെ മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് അതുപോലും അള്ളാഹു അറിയുന്നവനാണ്. മനസ്സ് മന്ത്രിക്കുന്നത് വരെ അള്ളാഹു അറിയും. പക്ഷെ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാനായിട്ട് വന്നു, അതിന് ശിക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ശിക്ഷയില്ല. ഉറപ്പിച്ച ശിക്ഷ ഉണ്ട് ചെയ്തിട്ടില്ലെങ്കിലും. കള്ളു കുടിക്കാൻ വേണ്ടി ഉറപ്പിച്ചു, കൂടലങ്ങാടി നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് കുറച്ച് കള്ളു കുടിക്കണം ഉറപ്പിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് പോയി. പക്ഷെ പാലം കടന്ന് അവിടെ വെച്ചിട്ട് അപകടത്തിൽ പെട്ട് കുടിച്ചാൻ കഴിഞ്ഞില്ല. അപ്പുറത്തേക്കാണ് എത്തിയില്ല, മഹേന്ദ്രപുരിക്ക് എത്തിയില്ല. കുറ്റുണ്ട്. അവിടെ കള്ള് കുടിച്ചിട്ടില്ല, പക്ഷെ അവൻ കള്ള് കുടിക്കാനുള്ള തീരുമാനത്തിൽ ഉറപ്പിച്ചു പോയതാണല്ലോ, അതുകൊണ്ട് അതിന് കുറ്റുണ്ട്. നേരെ മറിച്ച് മനസ്സിൽ ഒരു തെറ്റിന് വന്നു എന്നുള്ളതുകൊണ്ട് പൊറുക്കപ്പെടൂല. ആദ്യകാലത്ത് അതും കുറ്റുണ്ട് എന്നാണ് പറഞ്ഞിരുന്ന അള്ളാഹു. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു? അള്ളാഹു താല വലിയൊരു ഇളവ് ചെയ്തു തന്നാണ്. ഒരായത്തിലൂടെ ആദ്യം അള്ളാഹു താല ഒരു ആയത്തിറക്കി. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താ? ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂ യുഹാസിബുകും ബിഹില്ലാഹ്. അൽ-ബഖറയുടെ ലാസ്റ്റ് ഭാഗത്ത് അല്ലാഹു പറയുന്നത് ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിൽക്കാൻ. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂ യുഹാസിബുകും ബിഹില്ലാഹ്. അല്ലാഹു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെച്ച ഒന്ന് അത് നിങ്ങൾ വെളിവാക്കിയാലും അത് നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും യുഹാസിബുകും ബിഹില്ലാഹ്, അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യും. അപ്പോ ഒരു കാര്യം മനസ്സിലാണ് കരുതിയാൽ തന്നെ അത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും എന്തുണ്ട് വിചാരണ നേരിടും അതിനെന്നാണ്. ഈ ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബിമാരെ മുത്തുനബിയുടെ അരികെ ചെന്നിട്ട് കരഞ്ഞു, മുട്ടുകുത്തിയിരുന്നിട്ട് കരഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലൊരു കാര്യം കരുതിയാൽ അത് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് കരുതി എന്നതിന്റെ പേരിൽ പോലും നാളെ വിചാരണയെ നേരിടുമെന്ന് പറഞ്ഞാൽ നബിയെ, മനുഷ്യരായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പ്രവാചകന്മാർക്ക് പ്രശ്നമില്ല, ഒരു തെറ്റ് ചെയ്യൂല. ഞങ്ങളും മനുഷ്യരെന്ത് ചെയ്യും? ആ സമയത്താണ് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ലത്, ഇത് അള്ളാഹിന്റെ റഹ്മത്ത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ഉടനെ തന്നെ അല്ലാഹു തആല ഇറക്കിയതാണെന്ത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അവന്റെ കഴിവിൽ പെടാത്തത് കീർത്തിക്കുകയില്ല അല്ലാഹു. ആ ആയത്തിനെ ഇറക്കിയിട്ട് ആദ്യം പറഞ്ഞതിനെ ദുർബലപ്പെടുത്തി. ഇപ്പൊ അൽ-ബഖറ സൂറത്തിലെ 284 ആയത്ത് ഖുർആനിലുണ്ട്. അത് ഓതിയ കൂലുണ്ട്, മറ്റുള്ള ആയത്തുകളെ പോലെയാണ്. പക്ഷേ അതിന്റെ ആശയം ദുർബലപ്പെട്ടു. എന്നിട്ട് നമ്മളൊരു കാര്യം കരുതിയാൽ അതിന്റെ പേരിൽ എന്തില്ല, കരുതി എന്നുള്ളതുകൊണ്ട് കുറ്റല്ല. ഇപ്പൊ ഞാൻ അങ്ങനെ കരുതാണ്, ഞാനും കുറച്ച് കള്ളാണ് കുടിച്ചാൽ രസം അറിയണല്ലോ, മനസ്സിലാണ് കരുതി. ഉടനെ തന്നെ ഞാൻ കരുതി, പടച്ചോനെ ഞാനൊക്കെ കള്ളു കുടിച്ചാൽ ഇതിനാ നല്ലത്. ആ കരുതിനെന്തില്ല, കുറ്റല്ല. ഞങ്ങളങ്ങനെ കരുതാൻ നിൽക്കണ്ടട്ടെ. നമ്മളെന്തേലുമൊക്കെ ജ്വല്ലറിയാണ് കുത്തി പൊളിച്ചാല് വേണ്ട, അങ്ങനെ കരുതിയിട്ടൊന്നും ഇപ്പൊ കുറ്റമില്ലാത്തോണ്ട് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി നമ്മളായ്മ തിരിയണ്ട. എന്നാലും ഇപ്പോ ഒരു തെറ്റ് മനസ്സിലാണ് കരുതിയാലോ. ഫ്രൂട്ട്സ് കടന്റെ മുന്നിൽ നിൽക്കുകയാണ്, കടക്കാരൻ്റെ ഉള്ളിലേക്ക് പോയി. ആ സമയത്ത് തോന്നാണ് ഒരു ഓറഞ്ച് എടുക്കണം, ഓടിയാലോ, മോശം ചീപ്പ് ഉറപ്പാണ്. ഉറപ്പിച്ചു, ചാൻസ് കിട്ടിയ ഒരു ഓറഞ്ച് പൊക്കും. ചാൻസ് കിട്ടണില്ല, കുറെ നേരം നിന്നും മടങ്ങി പോന്നു, കുറ്റുണ്ട്. ഓറഞ്ച് ഇട്ട് കിട്ടിയതും ഇല്ല, വെറുതെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പേര് അങ്ങനെയൊക്കെ കരുതുന്നുണ്ട് എന്നുള്ള കാര്യം സഹോദര കൃത്യമായിട്ട് അല്ലാഹ്ക്കറിയാം. അതാണ് അല്ലാഹു പറയുന്നത്, വല്ലാഹു അഅലമു ബിമാ യൂൻ. മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. അതായത് വിശ്വാസം ഉണ്ടോ ഇല്ലേ, വിശ്വാസത്തിന് എത്ര പവറുണ്ട്, മാറ്റുണ്ട്, ഇതൊക്കെ അല്ലാഹു കൃത്യമായിട്ട് അറിയുന്നവനാ. നമുക്കതറിയാൻ കഴിയില്ല. നമുക്കത് അറിയാൻ കഴിയാത്തത് വലിയ ഭാഗ്യമാണ്, അല്ലേ? ഭർത്താവ് ഒരു കാബേജുമായിട്ട് ഉപ്പേരി വെക്കാൻ അതുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കാബേജിനോട് തീരെ താല്പര്യമില്ലാത്ത ഭാര്യ മനസ്സിൽ കരുതാണ്, ആ പണ്ടാരം കൊണ്ടുവരുന്നുണ്ടോ,
അതെങ്ങാനും ഈ പുതിയാപ്പിളക്ക് തിരിയാണെങ്കിൽ ഷോർട്ട് പുട്ട് എറിയുമ്പോൾ ഒരു ഏറുണ്ടാവും ആ കേബേജ് കൊണ്ടോടെ തലക്ക് നേരെ. കുറെ കച്ചറ ഒഴിവായി കിട്ടും. ഏതുകൊണ്ട്? മനസ്സിലുള്ളത് അറിയാത്തതുകൊണ്ട്. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ഇനിയിപ്പോ ഭാവിയിൽ അത് കണ്ടുപിടിക്കുമെന്ന് അറിയില്ലല്ലേ? ഇല്ല. എന്തൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഇപ്പോ അത്യാധുനിക രൂപത്തിലുള്ള ചില ക്യാമറകളുണ്ട്. ഒരു റൂമിന്റെ പുറത്ത് നട്ടപ്പാതിരക്ക് ഒരു റൂമിന്റെ പുറത്തുനിന്ന് ആ റൂമിന്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് അടിച്ചാൽ ഉള്ളിൽ എന്താ നടക്കേണ്ടത് കൃത്യമായിട്ട് ഇതിൽ പതിയുന്നതാണ്. കടന്നിറങ്ങാനും കൂടി സമ്മതിക്കില്ല നടത്തും. ആരും ഇത് കണ്ടുപിടിച്ചൊരട്ട് വെള്ളം കൂട്ടി ചവിട്ടണം. അതാണ് വേണ്ടത്. ആലോചിച്ച് നോക്കി. അത്യാധുനിക രൂപത്തിലുള്ള ക്യാമറ. അതിപ്പോ ഒരു ബെഡ്റൂമിന്റെ പുറത്ത് പോയിട്ട് ആണ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള കൃത്യമായിട്ട് അയക്കുന്നു വരും. അതിന്റെ മുമ്പേ നമുക്ക് വല്ലതും പോയാൽ മതി ഇവിടുന്ന്. അങ്ങനെ ഒരു കാലാണിത്. എന്തൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ അല്ലേ? നന്മക്ക് പക്ഷം ചേരാൻ ആളുകൾ കമ്മിയാണ്. വേണ്ടാത്തതിന് പക്ഷം ചേരാൻ ഇഷ്ടം പോലെ ആളുകൾ. ഏതായാലും നോക്കൂ, അല്ലാഹു പറയുന്നു വല്ലാഹു അഅലമു ബിമാ യൂൻ. അവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. അല്ലാഹു പരിഹാസ രൂപത്തിൽ പറയാം ഫബശ്ശിറുഹും. നബിയെ, അങ്ങനെ ഈ കളിക്കുന്നവരുണ്ടല്ലോ, സുജൂദ് ചെയ്യാത്തവർ, വിശ്വസിക്കാത്തവർ, നന്മയുടെ പക്ഷത്തേക്ക് വരാത്തവർ, അവരോട് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷ കൊണ്ട്. വേദനാജനകമായ ശിക്ഷ കൊണ്ട് ആരെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കലുണ്ടോ? ഇല്ലല്ലോ. അത് താക്കീതല്ലേ. അപ്പൊ ഇതെന്താ? ഇത് പരിഹാസ രൂപത്തിൽ പറയണം. ഇപ്പൊ വാപ്പ മകനോടൊരു കാര്യം പറഞ്ഞു, മകൻ പറഞ്ഞാൽ കേൾക്കാതെ ഇറങ്ങിപ്പോവുകയാണ്. അതിൽ വാപ്പാക്കും ചൂടായി. അതിൽ വാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ വാ, എനിക്ക് ഞാൻ നല്ല സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഉമ്മാനോട് പറയും, എന്റെ മകനോട് പറഞ്ഞോളാ, പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ പിന്നെ അങ്ങനെയാണ് എന്റെ മകൻ എന്ന് പറയാം. ഇയാൾക്കൊരു പങ്കുമില്ലാതെ. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയവന്റെ ഫോട്ടോ പത്രത്തിൽ വന്ന എന്റെ കുട്ടിയാണ് എന്നറിയാം. അവിടെ നമ്മളിത് രണ്ടാളും കൂടിയാണെന്ന് അറിയില്ല. അല്ല, തീർച്ച മകനോടൊന്ന് പറഞ്ഞോണ്ടി, ഓന് ഞാൻ നല്ല സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മ വിളിച്ചിട്ട് പറയോ, ഫോൺ ചെയ്തിട്ട്, എടാ ഉമ്മാനിട്ട് ഇന്ന് നേരത്തെ വന്നോണ്ടിട്ടോ, നമുക്ക് സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കൊലച്ചിരിയാണത്. പാപ്പാന്റെ ആ ചിരി ഓനറിയാ ഇന്ന് വൈകുന്നേരം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നേരെ വീട്ടിന്റെ മുൻഭാഗത്തിലൂടെ വരൂല, അടുക്കളയിലേക്കുള്ള കുറുക്ക് വഴിയിലൂടെ വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, പാപ്പാന്റെ മൂഡ് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചറിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് എന്ത് ചെയ്യാ. വാപ്പാന്റെ ആ ചൂട്, വാപ്പ പ്രഷർ ഒന്നായിട്ട് അടിച്ചു കയറിയതാണ്. അപ്പൊ ചിലപ്പോൾ ഒരു വർത്താനുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സർവശക്തനായ, സർവാധിപനായ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ വാക്ക് നോക്കൂ. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. അള്ളാഹു പറയുന്ന അങ്ങനെയാണ്. അവരോട് വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവരോട് സന്തോഷ വാർത്ത അറിയിച്ചോളൂ നബിയെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് പറയുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം വരാൻ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ലല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊഴികെ, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്കൊരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. രണ്ടർത്ഥമാണ് അതിന്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരിക്കലും മുറിഞ്ഞു പോകാതെ കാലാകാലത്തെ പ്രതിഫലം അവർക്കുണ്ട്. അതാണ് ഒരർത്ഥം. രണ്ടാമത്തത്, ആരോഗ്യകാലത്ത് വിശ്വാസത്തോടുകൂടെ അമലുകൾ ചെയ്താൽ ആരോഗ്യം ക്ഷയിച്ച് അല്ലെങ്കിൽ രോഗം കാരണം ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നാലും നേരത്തെ ചെയ്തതുപോലെയുള്ള കൂലി നൽകപ്പെടുന്നതാണ്. പെൻഷൻ. എന്തേ ഗവൺമെന്റ് ജോലി കിട്ടാൻ നമ്മൾ ജാഗ്രത കാണിക്കുന്നത്? ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ സംഭവിക്കും, നമ്മൾ വിരമിക്കും, ജോലിയിൽ നിന്ന് വിരമിക്കും, പിന്നെ പെൻഷൻ കിട്ടും. സുഖല്ലേ? വരുമാനം അങ്ങനെ വന്നുകൊണ്ടിരിക്കൂലേ? അതുകൊണ്ടല്ലേ നമ്മളൊരു ഉദ്യോഗം കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്. എങ്കിലും സഹോദര, 30-ാമത്തെ വയസ്സിലും 40-ലും തറാവീഹ് നിസ്കരിച്ചവനാണ്, ദുഹ നിസ്കരിച്ചവനാണ്, നോമ്പെടുത്തവനാണ്, നല്ല കാര്യങ്ങൾ ചെയ്തവനാണ്, സജീവായിരുന്നു. ഇപ്പൊ 86-ല് സുഖമില്ലാതെ കിടക്കുക, തളർന്ന് കിടക്കുക, കാഷ്ടവും മൂത്രവും അറിയാതെ പോകാൻ. പക്ഷേ നല്ല കാലത്ത് ചെയ്തു വെച്ചതുപോലെ അല്ലാഹു 86-ാമത്തെ വയസ്സിൽ ഓന് എഴുതണമെന്ന് റെക്കോർഡിൽ
തറാവീഹ് നിസ്കരിച്ചതായിട്ട് ഇങ്ങനെ എഴുതും. എല്ലാ കാര്യവും ഓൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല സമയത്ത് ചെയ്യണം. അധികം ആൾക്കാരെന്താണ് നല്ല സമയത്ത് ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പഴച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും അങ്ങനെ പഴച്ചിട്ടില്ല എന്നെൻ്റെ അഭിപ്രായം. ഇതിനോട് പറഞ്ഞാലൊരു വയസ്സായ ആള് അതിനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കളിച്ച കളി ഇപ്പോൾ കുട്ടികളറിഞ്ഞാൽ പ്രശ്നവികാരം ആ ജാതി കളി കളിച്ചുകൊണ്ട് ഞങ്ങൾ. ഒരു വയസ്സായാൽ പറയാ ഞങ്ങളൊക്കെ കളിച്ച കളി കുട്ടികളെ അറിയുകയാണെങ്കിൽ ഞങ്ങളവിടെ വെച്ചക്കൂലെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഉസ്താദെ അത്ര കളിയില്ല. സംഗതി ഞാനും ആലോചിക്കും ഇങ്ങനെ തോന്നിയത് ശരിയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികൾ അല്ലാത്തതുണ്ടാവും, മഹാകളിയുള്ളവരുണ്ടാവും. എന്നാലും അൽഹംദുലില്ലാ പിന്നെ കുറേയൊക്കെ മാറ്റമുണ്ട്. പണ്ട് മൊബൈൽ കൊണ്ട് കളിക്കാനൊന്നും ഇന്നത്തെ വയസ്സായ ആളുകൾക്ക് ചാൻസ് കിട്ടിയില്ല, സാധനമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അതുകൊണ്ടുള്ള കളികളും മറ്റൊക്കെ പലതും വരുന്നുണ്ട്. എന്നാ അന്ന് വേറെ കളികളുണ്ടായിരുന്നു. ഇത് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാളെ കൊന്നിട്ടില്ല, ബാക്കിയൊക്കെ ചെയ്തു എന്നാണ് എന്നോട് പറയാം. ഞാൻ ഒരാളെ കൊന്നിട്ടില്ല, ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല ഒളിച്ചാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളെ ഉസ്താദാണ്, പേരും കരച്ചില്. ഇത് കണ്ട ഒരാള് എന്നോട് പിന്നെ ചോദിച്ചു, എന്റെ മൂവര് പറഞ്ഞെന്ന് ചോദിച്ചു. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനല്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ അയാൾ പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോ ഇയാളെ പറ്റി കുറച്ച് കാര്യം അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയല്ലേ അറിഞ്ഞു. അപ്പൊ ഞാൻ ആ കന്തം വിട്ടു. പിന്നെ മൂപ്പര് നിറച്ചാക്കുവോ? അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് ഞാൻ പറയില്ല. അന്നിപ്പോ ഒരു സാഹസിൽ പറയാൻ പറ്റില്ല. തമാശ പറയല്ല ആവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് തോബ ചെയ്താൽ നന്നാവും. തോബക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ടല്ലോ അല്ലെ? തോബക്ക് നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ സഹോദര അള്ളാഹു പറയുന്നത് നല്ല സമയത്ത് ഒരാൾ ചെയ്യണം. എന്നാൽ ഈമാനുള്ളവർ സുഹൃത്തുക്കൾ ചെയ്തവരാരോ ലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഈമാന് വേണം, അമൽ സ്വാലിഹാത്തും വേണം. അത് ഓരോ സമയത്തും വേണ്ടത് ചെയ്യണം. ഈമാനോടുകൂടെ ചെയ്താലേ എന്തുള്ളൂ, നല്ല വിശ്വാസം വേണം. നല്ല വിശ്വാസം ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ്. വിശ്വാസികളായതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുന്നവർ മ്യാൻമറിലേക്ക് നോക്കൂ നിങ്ങൾ. സൗദി അറേബ്യയിലാണ് മ്യാൻമറിൽ നടക്കുന്നത് പോലെ സൗദി അറേബ്യയിൽ നമ്മൾ മറ്റുള്ള മതസ്ഥരോട് ചെയ്തിരുന്നുവെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താവും? ആകെ അതായിരിക്കും ചർച്ച. പരിശുദ്ധ ഖുർആനിൽ കിടങ്ങിന്റെ ആളുകളെ പറ്റി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കിടങ്ങിന്റെ ആളുകളെ പറ്റി നേരത്തെ നമ്മൾ വിശദീകരിച്ചില്ലേ? എങ്ങനെ ആളുകളെ കത്തിക്കാൻ സാധിക്കാൻ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ മ്യാൻമറിൽ നടക്കുന്നതല്ലേ? 1.5 മീറ്റർ ഉയരത്തിൽ വിറക് കൂട്ടിയിടുക, അതിന്റെ മേലെ ഒരാളെ കിടത്തുക, അനങ്ങാൻ കഴിയാതെ കെട്ടിയിടുക, കത്തിക്കുക. ചെയ്യുന്ന ക്രൂരത. ചെറിയ കുട്ടികളുടെ കഴുത്തിനിട്ട് കയറിക്കാണ് കാലുകൊണ്ട് ചവിട്ടിയിട്ട്. അങ്ങനെ അവരുടെ മരിക്കുകയാണ്, ഞെരിഞ്ഞമർന്ന്. പച്ചയില് ആളെ തൊലി പൊളിക്കുക. മ്യാൻമറിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെയും കൊല്ലരുത് എന്ന് പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ അനുയായികളാണത്രേ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവർ. ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെക്കാൾ ഭീകരന്മാരാണ് ബുദ്ധിസ്റ്റുകൾ. സന്യാസിമാരാണ്, ബുദ്ധ ഭിക്ഷുക്കളാണ് ഇതിൽ നേതൃത്വം, പോലെ പണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മുസ്ലിങ്ങളെ പറ്റി ആഫ്രിക്കൻ മത്സ്യങ്ങളെ പോലെയാണെന്നും പെറ്റുപെരുകുമെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. 13 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ മ്യാൻമറിൽ പ്രയാസപ്പെടാണ്. അതിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. പട്ടിണി കാരണം മരിച്ചവർ വേറെ. ജീവനോടുകൂടെ ആളെ കരിക്കുക, കത്തിക്കുക. അറുത്തിട്ട് മാംസം വിതരണം ചെയ്തവർ പലരെയും, മുസ്ലിം സഹോദരങ്ങളെ അറുത്തിട്ട് തോല് പൊളിച്ചിട്ട് വെട്ടിയിട്ട് ഗീസിലാക്കി കൊടുക്കുക. ബുദ്ധമതക്കാർക്കല്ലാതെ ആർക്കതിനെ കഴിയാം? ഒരാൾക്കും ഒരാളോടും ചെയ്യാൻ ആരും ആരോടും പാടില്ല. സൗദി അറേബ്യ 100% ഒരു മുസ്ലിം രാജ്യമാണ്. സൗദി അറേബ്യയുടെ പല ഭാഗത്തും ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ ക്ഷേത്രം അനുവദിച്ചിട്ടുണ്ടത്രേ. ശിർക്ക് തീരെ അംഗീകരിക്കാത്ത രാജ്യത്ത് മാനുഷിക പരിഗണന നൽകിയതാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ മ്യാൻമറിൽ. എന്നിട്ട് ഈ പച്ച പാവങ്ങളെ പലായനം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഉള്ള സംഖ്യ കൂടി വാങ്ങിയിട്ട് കപ്പലിൽ കയറ്റിയിട്ട് നടുക്കടലിലിട്ടിരിക്കണം.
എത്ര ആൾക്കാരാണ് മരിച്ചത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വിഭാഗം ഒന്ന് ഈ മുസ്ലിമീങ്ങളാണ്, മറ്റൊന്ന് ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് UN പോലും സമ്മതിച്ച കാര്യമാണ്. തായ്ലൻഡുകാർക്കൊരു സ്വഭാവമുണ്ട്. ആശുപത്രികളിൽ നിന്നൊക്കെ ഈ ഭ്രൂണാവസ്ഥയിലുള്ളതിനെ, കുട്ടിയെ, ഗർഭസ്ഥ ശിശുക്കളുണ്ടല്ലോ ജീവൻ പോയത്, അത് ശസ്ത്രക്രിയയിലൂടെ നീക്കുമ്പോൾ അത് വിലക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോയി തിന്നുന്ന ഏർപ്പാടുണ്ട് തായ്ലൻഡുകാർക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. അവരുടെ മനസ്സ് പോലും അലിഞ്ഞു. ഈ മ്യാൻമറിലെ മുസ്ലിം സഹോദരങ്ങള് അവർ സഹിക്കുന്ന പ്രയാസങ്ങൾ കേട്ടിട്ട് ഇവർക്ക് പോലും മനസ്സലിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തിന്റെ പേരിലാണിത്. മ്യാൻമറിലെ മുസ്ലിമീങ്ങളും നമ്മളും ഒന്നാണ്. അവരും നമ്മളും ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാണ്. അവർക്കും നമുക്കുള്ള കഅബ ഒന്നാണ്, നബി ഒന്നാണ്, ഖിബ്ല ഒന്നാണ്, നിസ്കാരം ഒന്നാണ്. ലോകത്തങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലും. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷ നൽകുമാറാവട്ടെ. അതിനുള്ള സാഹചര്യം അല്ലാഹു അനുകൂലമാക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ഈമാന് പരമപ്രധാന. ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയണം, ഏത് പ്രതിസന്ധി വരുമ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയണം. അല്ലാഹു പറയുന്നത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാരോ അവർക്ക് മുറിഞ്ഞു പോകാത്ത കൂലിയുണ്ട്. ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈമാനുണ്ട്, നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യണം. വലിയൊരു അമലാണ് ഇപ്പൊ ഖുർആന്റെ അസാസിൽ നമ്മൾ ഇരുന്ന് ചെയ്തത്. ഈ ഇരുത്തത്തിൽ ഓരോ സെക്കൻഡുകൾക്കും ക്ലാസ് റൂമിലൂടെയും മറ്റും ഇത് കേൾക്കുന്നവർ, ആശ്രമിക്കുന്നവർ ചെലവഴിക്കുന്നത് കാത് കൊടുത്തതിനെ മുതലാക്കാൻ. നമ്മൾ ഈ സഹസിലിരിക്കുന്ന സഹോദര, നമ്മുടെ കണ്ണും കാതും ഈ സഹസിലാണ്, നമ്മുടെ മനസ്സിലാണ്. ഇതിലൊക്കെ അല്ലാഹു ഒരുപാട് കൂലി തരും. ചില്ലറ കാര്യമല്ല. ഇതൊക്കെ സൽപ്രവർത്തനാണ്, ഇത് അമലു സ്വാലിഹാത്താണ്. ഇതിനൊക്കെ നമുക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അല്ലാഹു തരും. അതിനുവേണ്ടി അല്ലാഹുവോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യാന്, സൽക്കർമ്മങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത്. അപ്പോൾ വരും രണ്ടാഴ്ച അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക. ശഅബാൻ 15 ആ രാവോടുകൂടെ അൽഹംദുലില്ലാഹ് ഒക്കെ തീരുമാനമായി. എന്ത്, നമ്മുടെ ദോഷം പുറത്തില്ലേ? അല്ലാഹു ദോഷം പുറത്തു തരുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ നല്ല മനസ്സോടുകൂടെ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിനെ നമുക്ക് സ്വാഗതം ചെയ്യണം. അല്ലാഹു തആല അത് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള സൂറത്ത് മുത്തഫിഫീന സൂറത്ത്. അറിയിച്ചു ശരിയാ. അതെ, സൗദിയിലല്ല, UAE-ലാണ്. എനിക്ക് കഴിച്ചതാണ്. അത് ആരാധനയെ അനുവദിക്കപ്പെട്ടത് ഒരു സഹോദരൻ പറഞ്ഞത്. അത് പിന്നെ സൗദിയിലല്ല, UAE-ലാണ്. ശരിയാ. ക്ലാസ് റൂം കൊണ്ടുള്ള നേട്ടമാണ്. ഒരു സഹോദരൻ ഞാനിത് വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് എന്നോട്, UAE-കാരനാണ്. ശരിയാ. ഞാൻ തിരുത്താഞ്ഞാലേ അല്ലേ, പണ്ട് കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു കേട്ടോ പറഞ്ഞില്ലേ ജാമീന്ന്. എന്നാലും സൗദി അറേബ്യയിലല്ലേ പിന്നെ ജോലിക്കാരായിട്ട് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജ് വേളയിലൊക്കെ ഓഫീസുകളിലൊക്കെ നമ്മളാൾക്കാർ നിസ്കരിക്കാൻ പോയാൽ പിന്നെ അത് വരില്ല. അതിൻ്റെ പേരിൽ കുറേ സമയം പോകും. ആ സമയം പോകാതിരിക്കാനാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളെ. ഹറമക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള അധികാരമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് ബാങ്കും ഫാത്തിയൊക്കെ പഠിച്ച എത്ര മുസ്ലിമീങ്ങളുണ്ട് സൗദി പോയിട്ട്. ഇത് പഠിച്ചു ഒരു ഉഷാറായിട്ട് അറബി പറയും. 10 കൊല്ലം ദർസിൽ വരും, അങ്ങനെ പറയില്ല. അപ്പോൾ ആ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെയുണ്ട്. ആരാധനാലയമുള്ളത് ശരിയാണ്, അത് UAE-ലാണ്. ഏതായിരുന്നാലും നമ്മൾ ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല എന്നതിന് ഒരു ഉദാഹരണം വന്നതാണ്. മറ്റൊരു സംഗതി,
മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു അനുസ്മരണവും അതുപോലെ തന്നെ പിന്നെ അന്നദാനവും ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. സ്വലാത്തുണ്ട്. അതോടുകൂടെ തന്നെ തങ്ങളുടെ അനുസ്മരണവും കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഉണർത്തുകയാണ്. അതുപോലെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശരീരമാസകനം വിട്ടുമാറാത്ത വേദനയുള്ള നമ്മുടെ ഒരു സഹോദരന് പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു 101 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ വേദനകൾക്കും അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. അതുപോലെ കച്ചവടത്തിൽ ബർക്കത്തും ഖൈറും ഉണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ കച്ചവടത്തിനും മറ്റും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ശഅബാനിൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. വിശ്വാസത്തോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ കൂടുതൽ അമലുകൾ ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുറിഞ്ഞു പോകാത്ത, ഇടതടവില്ലാത്ത കൂലി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് പാവപ്പെട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യം നന്നാക്കണേ റഹ്മാനെ. പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലയിൽ മരിപ്പിക്കണേ റഹ്മാനെ. ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹരികാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധമായി സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, അതുപോലെ ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിക്കുന്നവർ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. നാളെ പരലോകത്ത് ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരണവേളയിൽ അല്ലാഹുവേ ഖുർആൻ ഒരു വെളിച്ചമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഖുർആൻ കാരണം ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ളവർ, അതുപോലെ പുറത്ത് ഇത്
ശ്രമിക്കുന്നവർ, ക്ലാസ് റൂം വഴിയും മറ്റും ശ്രമിക്കുന്ന വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ എല്ലാവരുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കാർക്കും ക്യാൻസർ നൽകല്ല റഹ്മാനെ, ബ്രെയിൻ ട്യൂമർ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, വൃക്കകൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, വൃക്കകൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ, കരൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെ